കേരളത്തിലെ ബൗൺസേഴ്സിലെ ഏറ്റവും വലിയ ടീം നിങ്ങളാണോ? ബേസിക്കലി ഏറ്റവും കൂടുതൽ നമ്മുടെ ടീമായിട്ട് തന്നെയാണ് വന്ന് ചെയ്യുന്നത്. നമ്മുടെ ടീമിന്റെ പേരെന്താ? നമ്മുടെ ടീമിന്റെ പേര് ഷീൽഡ് ബൗൺസേഴ്സ്. ഷീൽഡ് ബൗൺസേഴ്സ്. ഒരു ദിവസം എത്ര മുട്ട കഴിക്കും? 30 മുട്ടയൊക്കെ. 30 മുട്ട. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഇത്രയും ഫുഡ് ഇത് ആവശ്യമാണ്. നമ്മുടെ ഭക്ഷണം വിശപ്പ് അകറ്റുന്നതിന് അപ്പുറത്തേക്കായിട്ട് നമ്മൾ ഈ ബോഡിയെ നിലനിർത്തേണ്ടതുണ്ട്, വെയിറ്റ് ഗെയിൻ ചെയ്യേണ്ടതുണ്ട് എന്നുള്ളത്. നമുക്ക് ഇത്രയും ഭക്ഷണത്തിൻ്റെ ക്വാണ്ടിറ്റി കൂടിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇതെങ്ങനെ ഇത് ബാലൻസ് ചെയ്യുന്നത്? അപ്പോൾ ശരിക്കും ഒരു ദിവസം നമുക്ക് മിനിമം നമ്മൾ പ്രോപ്പർലി നമ്മളൊരു ബോഡി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. ഒരു ദിവസം 700 രൂപയെങ്കിൽ ഏറ്റവും കുറഞ്ഞത് വേണം. മീശ ഇരിക്കുന്ന അതുകൊണ്ട് ആഗ്രഹം ചെയ്തു ഒന്ന് പിരിക്കാവോ ശരിക്കും? അമ്പാനെ എന്താണ് നമ്മുടെ വെറൈറ്റി മീഡിയ തന്നെ നമുക്കൊരു ഡയറക്റ്റ് പുള്ളിയെ മീറ്റ് ചെയ്യാനുള്ള അവസരം ഉണ്ടായിരുന്നു. എനിക്കൊന്ന് അന്ന് സജിൻ ഗോപു നിർത്തിക്കൊണ്ട് തന്നെ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒത്തിരി പുള്ളി നേരിട്ട് കാണാൻ ഒത്തിരി ആഗ്രഹിച്ചു. കാരണം ഇങ്ങനെ ഒരു ക്യാരക്ടർ ബേസ് തന്നെ ഐഡന്റിഫൈ ചെയ്യുമ്പോൾ ഈ പുള്ളിയുടെ കൂടെ നിൽക്കുന്ന കാണുന്ന ഒരു ആഗ്രഹം. വിജയ് മൊമെന്റ് ഉണ്ടായിട്ടുണ്ടോ? ഞാൻ വിജയ് ചെയ്തിട്ടുണ്ട്. വിജയുടെ ഗോട്ടിന്റെ ഷൂട്ടിനോടെ ഞാൻ ഉണ്ടായിരുന്നുണ്ട്. ഒരു ദിവസത്തേക്ക് പുള്ളിയോട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ പറയാറുണ്ട് ഈ ചെകുത്താനും കടലിനും നടുക്കാണെന്നുള്ളത്. എനിക്ക് തോന്നുന്നു അതിൽ ഏറ്റവും കൂടുതൽ ആ അവസ്ഥ നേരിടേണ്ടി വരുന്നത് ആക്ച്വലി നിങ്ങൾ ബൗൺസേഴ്സിനാന്ന് തോന്നിയിട്ടുണ്ട്. ഒരു മാളിലോ അല്ലെങ്കിൽ പ്രോഗ്രാം ചെയ്യുന്ന സ്ഥലത്ത് അവിടെ കസ്റ്റമേഴ്സ് ആണ് ആ മോളിന്റെ വിജയം. അതെ. സോ ആ പ്രോഗ്രാമിന്റെ വിജയം സെലിബ്രിറ്റി ഗസ്റ്റ് ആണ്. ചെകുത്താനും കടൽ നടക്കുന്ന 2 കാറ്റഗറി ആൾക്കാരെ നമ്മൾ ഒരുപോലെ ടേക്ക് കെയർ ചെയ്യണം എന്നുള്ളതാണ്. അത്തരത്തിൽ കുറേയേറെ വൈറലായിട്ടൊരു വീഡിയോ അത് ഇപ്രകാരമായിരുന്നു. ഇത് എവിടെയാണ് ഈ പ്രശ്നം ഉണ്ടാവുന്നത്? എന്തായിരുന്നു യാഥാർത്ഥ്യം? ഇതിൽ യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ കാരണം മിനിസ്റ്റർ വരുന്നതിന് തൊട്ട് മുമ്പായിട്ടായിരുന്നു നമ്മുടെ ബാദുഷക വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ പോലീസ് പറഞ്ഞു, സാർ നമ്മൾക്ക് ഗസ്റ്റാണ്, നമുക്ക് പുള്ളീനകത്ത് ഇരുത്തേണ്ട ആളാണ്, ഇൻവിറ്റേഷൻ കിട്ടിയിട്ടുള്ള ഗസ്റ്റാണെന്ന് പറഞ്ഞു. അപ്പോൾ പോലീസ് പറഞ്ഞു അത് ഞാൻ നോക്കിക്കോളാം, നീ അങ്ങോട്ട് സൈഡിലോട്ട് മാറി എന്ന് പറഞ്ഞു. എന്നത് സൈഡിൽ നിൽക്കാൻ പറഞ്ഞു. ആ വിഷയം നേരെ തിരിച്ചു. അതായത് പോലീസ് സ്റ്റോപ്പ് ചെയ്തപ്പോൾ അതിനെ ഞാൻ സ്റ്റോപ്പ് ചെയ്താക്കി തിരിച്ചു. ചവിട്ടും ഈ പ്രാക്കും അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇടിയും എല്ലാം നമ്മൾ സഹിച്ച് നമ്മൾ തൊഴിയും കിട്ടണം, ആളുകളുടെ പ്രാക്കും കിട്ടണം എന്ന് പറയുന്ന അവസ്ഥയാണ്. പലപ്പോഴും നമ്മുടെ ജോലിയിൽ നമ്മൾ വിമർശനങ്ങൾ നേരിടേണ്ടി വരാറുണ്ട്. ചെയ്താലും പ്രശ്നം, ചെയ്തില്ലെങ്കിലും കുഴപ്പം എന്നുള്ളൊരു അവസ്ഥ നമ്മൾ ഫേസ് ചെയ്യാറുണ്ട്. അത്തരത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ വിമർശനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഇന്ന് നമുക്കൊപ്പം കൂടെ ചേരുന്നത്. സുഭാഷ്, നമസ്കാരം. നമസ്കാരം. ബൗൺസർ സുഭാഷ് അങ്ങനെ വേണം പറയാം അല്ലേ? അതെ, ബൗൺസർ സുഭാഷ് അങ്ങനെയായിരുന്നു ആദ്യം അറിയിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഒരു ഫിലിം സജിൻ ഗോപിൻ എന്ന് പറഞ്ഞ പുള്ളിയുടെ ഒരു ക്യാരക്ടർ ഫേസ് വന്ന ശേഷം അമ്പാൻ സുഭാഷ് എന്ന് പലരും സംബോധന റിസംബ്ലൻസ് ഉണ്ട്, ബോഡിയിലും ഫേസിലൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ബൗൺസേഴ്സിൽ അമ്പാനായി മാറി ഉണ്ട്. ഈ പലപ്പോഴും നമ്മൾ പറയാറുണ്ട് ഈ ചെകുത്താനും കടലിനും നടുക്കാണെന്നുള്ളത്. നമ്മളിത് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെയും വെറുപ്പിക്കാൻ പറ്റില്ല, ഇവരും വെറുപ്പിക്കാൻ പറ്റില്ല എന്നൊരവസ്ഥ. അത് അപൂർവം ചിലർക്ക് മാത്രമാണ് ഈ ജോലിയിൽ ഉണ്ടാവുക എന്നുള്ളത്. എനിക്ക് തോന്നുന്നു അതിൽ ഏറ്റവും കൂടുതൽ ആ അവസ്ഥ നേരിടേണ്ടി വരുന്നത് ആക്ച്വലി നിങ്ങൾ ബൗൺസേഴ്സിനാന്ന് തോന്നിയിട്ടുണ്ട്. തീർച്ചയായിട്ടും. ശരിയാണോ? തീർച്ചയായിട്ടും. കാരണം വെച്ചാൽ നമ്മളിപ്പോൾ എന്താ പറയുക, വരുന്നത് ഗസ്റ്റ് ആണെങ്കിലും നമ്മൾ അവരെ ടേക്ക് കെയർ ചെയ്യണം, വരുന്ന ക്രൗഡ് നമ്മൾ ടേക്ക് കെയർ ചെയ്യണം. കാരണം അവരെ നമ്മൾ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. കാരണം ഒരു മാളിലോ അല്ലെങ്കിൽ പ്രോഗ്രാം ചെയ്യുന്ന സ്ഥലത്ത് അവിടെ കസ്റ്റമേഴ്സ് ആണ് ആ മോളിന്റെ വിജയം. സോ ആ പ്രോഗ്രാമിന്റെ വിജയം സെലിബ്രിറ്റി ഗസ്റ്റ് ആണ്. അപ്പോൾ നമുക്ക് രണ്ടുപേരെ ഒരുപോലെ ടേക്ക് ചെയ്യണം. കാരണം രണ്ടുപേർക്കും ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല. കാരണം നാളെ മോളിൽ കസ്റ്റമർ ഒന്ന് പർച്ചേസ് ചെയ്താലേ മോളുള്ളൂ, ഈ പ്രോഗ്രാംസ് വരത്തുള്ളൂ. ആ പ്രോഗ്രാം വന്നാലും നമുക്ക് ജീവിക്കാം. ഇപ്പോൾ ബൗൺസർ നമുക്കും അവിടെ വരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് 2 സിറ്റുവേഷനിൽ നമ്മൾ ഹാൻഡിൽ ചെയ്യണം. അതായത് ചെകുത്താനും കടൽ നടക്കുന്ന 2 കാറ്റഗറി ആൾക്കാരെ നമ്മൾ ഒരുപോലെ ടേക്ക് കെയർ ചെയ്യണം എന്നുള്ളതാണ്, ഡീൽ ചെയ്യണം എന്നുള്ളതാണ്. ഉണ്ട്. ഈ വിശേഷം നമ്മൾ തുടക്കത്തിലേ പറഞ്ഞ പോലെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ സുഭാഷിൻ്റെ ഈ ഒരു ലൈഫിൽ ഏറ്റവും വിമർശനം നേരിടേണ്ടിരുന്ന അവസ്ഥയാണോ ശരിക്കും ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്? ശരി, എൻ്റെ ലൈഫിൽ ഇതുവരെ ഇങ്ങനെ ഒരു നെഗറ്റീവ് എനിക്ക് സത്യം വന്നിട്ടില്ല. പലവരും പറയാറുണ്ട് സുഭാഷ് പ്രോഗ്രാം ചെയ്യുമ്പോൾ വല്ല ഗസ്റ്റിൻ്റെ കൂടെ ഫോട്ടോ എടുക്കാൻ താമസിക്കുന്നില്ല എന്നുള്ളത്. കാരണം അതിൻ്റെ ഡ്യൂട്ടിയിൽ എനിക്ക് തരുന്നൊരു റൂൾസാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. കാരണം വരുന്ന ഗസ്റ്റിനെ ടേക്ക് ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളത്, അല്ലെങ്കിൽ അവരെ ബുദ്ധിമുട്ടിക്കാൻ കൊണ്ടുപോകുന്നുള്ളത്. നമുക്ക് ഒരു സെലിബ്രിറ്റി പറയുകയാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, നമുക്ക് ഫോട്ടോ കണ്ട് നിൽക്കാം. പക്ഷെ അല്ലാത്ത സമയത്തുള്ള അവർക്ക് ചിലപ്പോൾ ചില സെലിബ്രിറ്റീസിനെ പറയും ഫോട്ടോയ്ക്ക് മാക്സിമം കൊടുക്കേണ്ട, നമുക്കൊന്ന് ക്ലിയർ ചെയ്ത് പോകണമെന്ന് പറയുന്ന സ്ഥലം നമ്മൾ അങ്ങനെ ചെയ്യേണ്ടതുണ്ട്. പക്ഷേ ആ സ്ഥലങ്ങൾ നമ്മൾ ക്രൗഡിനോട് പറയും ചേട്ടാ പറ്റത്തില്ല എന്ന്. പക്ഷേ അവർ കാണിക്കുന്ന നമ്മൾ മനഃപൂർവ്വം അവരെ സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് പലരും പറയാറുള്ളത്. നമ്മൾ ഭയങ്കര മസിൽ പിടുത്തമാണ് അല്ലെങ്കിൽ നമ്മൾ ഗുണ്ടകളാണ് എന്നൊക്കെ പറഞ്ഞ് പലവരും നമ്മളെ സംഭവം വരാറുണ്ട്. ഇപ്പോൾ പലരും ഈ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. എങ്കിൽ പോലും അത്തരത്തിൽ കുറേയേറെ വൈറലായിട്ടൊരു വീഡിയോ അത് ഇപ്രകാരമായിരുന്നു.
അതെ, ഇതിൽ സംഭവിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ആ ഒരു നമ്മുടെ പ്രൊഡ്യൂസർ ബാദുഷാ എന്നാണ് പുള്ളിക്കാരൻ വന്ന വെച്ചാൽ ലാൽസലാം പ്രോഗ്രാമാണ്. ലാലേട്ടനെ ഗവൺമെന്റ് ആദരിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. ഇത്ര വലിയൊരു അവാർഡ് കിട്ടിയ ഇതാണ്, വേദിയും സദസ്സുമാണ്. ലാലേട്ടനെ കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് വരുന്നുണ്ട്. അതിലെ പോലീസുകാരുണ്ട്, അധികാരികളുണ്ട്, രാഷ്ട്രീയ പ്രമുഖരുണ്ട്, ഇതുപോലെ തന്നെ സിനിമാ താരങ്ങളുണ്ട്. അതിനേക്കാൾ ഉപരിയായിട്ട് ഇപ്പുറത്തെ സൈഡിലോട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു നോക്ക് കാണാൻ വരുന്ന വലിയ പ്രേക്ഷകരുണ്ട്. അപ്പോൾ ഇതിന് ശരിക്കും ഇത് രണ്ടിനും നടുക്ക് ഇത് ഹാൻഡിൽ ചെയ്യുന്നത് ആക്ച്വലി നിങ്ങൾ ബൗൺസേഴ്സും കൂടിയാണ്, പോലീസിനൊപ്പം ചേർന്നിട്ട്. തീർച്ചയായിട്ടും. ഇത് എവിടെയാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്? എന്തായിരുന്നു യാഥാർത്ഥ്യം? ഇതിൽ യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ കാരണം മിനിസ്റ്റർ വരുന്നതിന് തൊട്ട് മുമ്പായിട്ടായിരുന്നു നമ്മുടെ ബാദുഷക വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ മിനിസ്റ്റർ വരുന്നതിൻ്റെ ഒരു വയർലെസ്സിലൊരു നിശ്ചയപ്രകാരം പോലീസുകാർക്ക് റൂട്ട് ക്ലിയർ ചെയ്യേണ്ട, വഴി ക്ലിയർ ചെയ്യേണ്ട ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ബാദുഷനെ നമുക്ക് ഓൾറെഡി പോലീസുകാർക്ക് അറിയത്തില്ല. അതാ പ്രൊഡ്യൂസർ ബാദുഷ ആർക്കും അറിയത്തില്ല, പോലീസ് ഒട്ടും അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഞാൻ അതിന് തൊട്ട് മുമ്പായിട്ടൊരു ഗസ്റ്റ് നമ്മൾ അകത്തുകൊണ്ട് ഇരുത്തിയിട്ട് പുറത്തോട്ട് വരുന്ന സമയത്താണ് ബാദുഷക വൈഫും നനഞ്ഞിരിക്കുന്നത് കണ്ടത്. ചെറിയ മഴയുണ്ടായിരുന്നു, നനഞ്ഞു നിൽക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ പോലീസ് പറഞ്ഞു, സാർ നമുക്ക് ഗസ്റ്റാണ്, നമുക്ക് പുള്ളീനെ അകത്തിരുത്തേണ്ട ആളാണ്, ഇൻവിറ്റേഷൻ കിട്ടിയിട്ടുള്ള ഗസ്റ്റാണെന്ന് പറഞ്ഞു. അപ്പോൾ പോലീസ് പറഞ്ഞു, അത് ഞാൻ നോക്കിക്കോളാം, നീ അങ്ങോട്ട് മാറി സൈഡിലോട്ട് മാറി എന്ന് പറഞ്ഞാൽ എന്നത് സൈഡിൽ നിൽക്കാൻ പറഞ്ഞു. തൊട്ട് ഫ്രണ്ടിൽ വേറെ CA ഉണ്ടായിരുന്നു. സാർ പറഞ്ഞു, സുഭാഷ് നീ ഒന്നേ അകത്തോട്ട് പോകുക അല്ലെങ്കിൽ പുറത്തോട്ട് പോകുക എന്നാണ് എനിക്ക് പറഞ്ഞത്. അതായത് മിനിസ്റ്ററിന്റെ ആ സിറ്റുവേഷൻ ആയതുകൊണ്ട് അവർക്കാണ് കൂടുതലും, പോലീസിനാണ് കൂടുതലും ഇൻചാർജ്. ഈ സമയം നമ്മുടെ മിനിസ്റ്റേഴ്സും VIPസും ലാലേട്ടനൊന്നും എത്തിയിട്ടില്ല. ഇല്ല, ലാലേട്ടൻ ഓൾറെഡി എത്തിയിട്ടുണ്ടായിരുന്നു, കേരവനിലായിരുന്നു, പുള്ളി കേരവനിലായിരുന്നു. അപ്പോൾ നമുക്ക് ഈ ഒരു ഗസ്റ്റിനെ അകത്തിരുത്തിയിട്ട് ഞാൻ അടുത്ത് പുറത്ത് ലാലേട്ടനോട് അകത്ത് കൊണ്ടുവരേണ്ട വേണ്ട സമയത്തായിരുന്നു ഈ ബാദുഷ വരുന്നത്. മിനിസ്റ്റർ വന്ന ശേഷമാണ് ലാലേട്ടൻ സ്റ്റേജിലോട്ട് വരുന്നത്. അപ്പോൾ ഞാൻ ബാദുഷയൊക്കെ ഇരുത്താൻ വേണ്ടി പോയ സമയത്താണ് ഈ ഒരു സംഭവം വന്നത്. പക്ഷേ ഈ ഒരു ലോക്കൽ മീഡിയ എന്ന പുള്ളിക്കാരൻ, ഞാൻ പേരെടുത്ത് പറയുന്നില്ല പുള്ളിയുടെ, കാരണം അത് നമ്മൾ അതുകൊണ്ട് ഞാൻ പുള്ളിക്കാരൻ നേരെ ഈ വീഡിയോ എടുത്തിട്ട് ഞാനൊരു മോശക്കാരനാക്കി. അതായത് പോലീസ് അകത്ത് കയറ്റാൻ നോക്കിയ പ്രൊഡ്യൂസറെ ഞാൻ മനഃപൂർവ്വം കേട്ടതാ പറഞ്ഞു മാറ്റി പുള്ളി ക്യാപ്ഷൻ ഇട്ടത് തന്നെ. ആ വിഷയം നേരെ തിരിച്ചു. അതായത് പോലീസ് സ്റ്റോപ്പ് ചെയ്തപ്പോൾ അതിനെ ഞാൻ സ്റ്റോപ്പ് ചെയ്താക്കി തിരിച്ചു. ഇത് എന്തുകൊണ്ട് ആൾക്ക് സുഭാഷിനോട് വ്യക്തിവിരോധം തോന്നാൻ കാരണം, ഇത്തരത്തിലൊരു വിഷയത്തെ മാറ്റി കൊടുക്കാൻ കാരണം എന്താ? അപ്പോൾ വ്യക്തിയോട് കൊടുക്കാൻ പുള്ളിക്കാരൻ പല സ്ഥലങ്ങളിൽ വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയാണ്. കാരണം പുള്ളിയിൽ ഡ്രിങ്ക് ചെയ്തിട്ടാണ് പലയിടത്ത് വരുമ്പോഴും ഡ്രിങ്ക് ചെയ്തിട്ടാണ് വരാറുള്ളത്. വന്നിട്ട് അവിടെ കിടന്ന് ബാക്കിയുള്ള മീഡിയക്കാരടുത്ത് കിടന്നിട്ട് പ്രശ്നം ഉണ്ടാക്കുക, അല്ലെങ്കിൽ മീഡിയ എടുക്കുന്നതായിട്ട് ഫ്രണ്ടിൽ പ്രശ്നം ഉണ്ടാക്കുക, ആ ഒരു പുള്ളി സ്ട്രഗിൾ ചെയ്യാറുണ്ട്. അപ്പോൾ ബേസിക്കലി നമ്മൾ പല സ്ഥലങ്ങളിലും പുള്ളിക്കാർ മീഡിയ, നമ്മൾ ആ ഒരു കാറ്റഗറി മീഡിയ നമ്മൾ സൈഡിലോട്ട് അവോയ്ഡ് ചെയ്യണം. മെയിൻ ഒഫീഷ്യൽ ഇരിക്കുന്ന ആൾക്കാരുടെ സ്ഥലത്തോട്ടോ അല്ലെങ്കിൽ ഫ്രണ്ടിലോട്ടോ നമ്മൾ കയറ്റാറില്ല പുള്ളിനെ. പലയിടത്ത് വന്നിട്ട് ഈ മദ്യപിച്ച പ്രശ്നം ഉണ്ടാക്കുന്നതുകൊണ്ട് നമ്മൾ നിർത്താറുണ്ട്, റൂൾസിൽ പുള്ളിക്ക് നിർത്താറുണ്ട്. അതാണ് ചെയ്യുന്നത്. പക്ഷെ അത് പുള്ളിക്ക് നമുക്ക് കൊണ്ടുകൊടുത്ത ഈഗോ കൂട്ടി നമ്മുടെ ഒരു എവിടെയെങ്കിലും പല സമയങ്ങളിൽ പുള്ളി നമ്മൾ പറയാറുണ്ട്, ഈ പുള്ളീനെ കയറ്റാവുന്ന സ്ഥലത്ത് പറയും, ഞാൻ ട്രിവാൻഡ്രത്ത് ഭയങ്കര വലിയ മീഡിയയാണ്, ഞാൻ എന്താണെന്ന് കാണിച്ചു തരാം എപ്പോഴും പറയും. ഞാൻ പറയും ആയിക്കോട്ടെ ചേട്ടാ, നമ്മൾ പറയാം, അപ്പോഴും നമ്മൾ ചേട്ടാന്നെ പുള്ളിയെ വിളിക്കാറ്, സംബോധനയേ ഉള്ളൂ. എല്ലാവരും ചേട്ടന്മാരാണ്. അതെ, ചേട്ടന്മാരാണ്. കാരണം നമ്മളൊരു ആൾക്ക് പെരുമാറും അങ്ങനെയല്ലേ പെരുമാറാൻ പാടുള്ളതാണ്. അപ്പം അങ്ങനെ പുള്ളി നമ്മൾ മാക്സിമം അകത്ത് കയറ്റില്ലെങ്കിൽ നമ്മൾ പറഞ്ഞ് നിർത്താറുണ്ട്. പക്ഷെ പുള്ളി ഈ ഒരു സംഭവം കിട്ടിയപ്പോൾ അതിനെ നേരെ ഇനി ഞാൻ മുമ്പോട്ട് പോകരുത് അല്ലെങ്കിൽ ഉയരരുതെന്ന് തീരുമാനിച്ചിട്ട് എനിക്കെതിരെ മോശമായിട്ട് ചെയ്തതാണത്. ശരിക്കും ആ വീഡിയോ വന്നത് ശരിക്കും അന്നത്തെ ഒരു വിഷയത്തെ മാത്രം ആസ്പദമാക്കിയിട്ടില്ല, മുമ്പത്തെ വിഷയങ്ങളൊക്കെ കൂട്ടിച്ചേർത്തിട്ട് അതിനൊരു പ്രതികാര മനോഭാവത്തോടു കൂടി ചെയ്തതാണോ? ശരിക്കും അങ്ങനെയാണോ തോന്നുന്നത്? ആയിരിക്കണം. കാരണം അത് പറയാൻ കാരണം വെച്ചാൽ പുള്ളിക്കാരൻ എനിക്ക് ഈ വീഡിയോ, അതായത് ഈ സംഭവം പ്രൂവ് നടക്കേണ്ട അന്ന് രാത്രി തന്നെ ഈ വീഡിയോ എനിക്ക് വാട്സപ്പിൽ അയച്ചിട്ടുണ്ടായിരുന്നു. അത് തൊട്ട് താഴെയിട്ട്, നീ ഒരു 1000 രൂപയ്ക്ക് ജോലി ചെയ്യുന്ന ഒരു സെക്യൂരിറ്റിയാണ്, പോലീസിന് മുകളിലല്ല, നീ വലിയ സംഭവമാണെന്നൊക്കെ നീ നടക്കുന്നുണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞ് എനിക്കൊരു മോശമായിട്ട്, ഇത് നീ അർഹതപ്പെടുന്നതാണ്, ഇത് നാളെ എനിക്കും വരാം എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് പുള്ളി ഒരു ക്യാപ്ഷൻ ഇട്ട് എനിക്കൊരു വീഡിയോ ഉൾപ്പെടെ എനിക്ക് അയച്ചു. അപ്പോൾ ഞാൻ ചിരിച്ചും കൊണ്ട് ഞാൻ അതിന് സംബോധന വിട്ടു. അത് കഴിഞ്ഞൊരു ദിവസം കഴിഞ്ഞപ്പോൾ അന്ന് രാത്രി പിറ്റേ ദിവസം രാവിലെ പുള്ളിക്കാരൻ എനിക്ക് ഈ പുള്ളിയുടെ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്ത വീഡിയോ ലിങ്ക് എടുത്ത് എനിക്ക് അയച്ചു തന്നു. അതായത് നീ ഇത് കണ്ടോടാ എന്ന് ചോദിച്ചിട്ടായിരിക്കണം പുള്ളി അതിനകത്ത് ഇട്ടത്. എന്നെ പറ്റി ഞാൻ ചെയ്തിട്ടുണ്ട്, നീ കണ്ടോടാന്ന് ചോദിച്ചിട്ടായിരിക്കും. പക്ഷെ ഞാൻ അതിനും ആ ചേട്ടാ കൊള്ളാമെന്ന് പറഞ്ഞൊരു സ്മൈലി, ഒരു സിമ്പിൾസ് ഇട്ട് ഞാനത് മാറി. പക്ഷേ അതിന് എനിക്ക് ഒത്തിരി വീഡിയോ അയച്ചു തരുന്നുണ്ട് വീഡിയോ. പക്ഷെ ഞാൻ പ്രതികരിക്കാനായിട്ട് എൻ്റെ തെളിവില്ല. ഈ പലപ്പോഴും ഇത്തരം വീഡിയോ വരുമ്പോൾ അതിൻ്റെ ക്യാപ്ഷൻ ആണെങ്കിലും ഇപ്പോൾ കമൻറ്റ് ബോക്സിലാണെങ്കിലും കാണുന്നൊരു സംഭവമാണ്, ഈ 500 രൂപയ്ക്കും 1000 രൂപയ്ക്കും വേണ്ടിയിട്ട് പണി ചെയ്യുന്ന സെക്യൂരിറ്റി ജീവനക്കാരനല്ലടാ നീ, ഇത്രത്തോളം അഹംഭാവം എന്തിനാണെന്ന് പറഞ്ഞിട്ട് കുറേ സാധനങ്ങൾ സംഭവം കാണുന്നുണ്ട്. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ജോലി മേഖല, അവരുടേതായിട്ടുള്ള അഭിമാനവും കാര്യങ്ങളൊക്കെ ഉണ്ട്, അവരുടേതായിട്ടുള്ള വേദനകളുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷേ ഇത്തരം ശരിക്കും പരാമർശങ്ങൾ വരുമ്പോൾ ശരിക്കും എന്താ കൊടുക്കാനുള്ള മറുപടി എന്താ പറയാന്ന് വെച്ചാൽ ഓരോ ജോലിക്കും ഓരോതിൻ്റെ ഒരു റൂൾസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു രീതി ഉണ്ടാവും.
ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചുള്ള നമ്മുടെ സെക്യൂരിറ്റിയിൽ ഒത്തിരി കാറ്റഗറി ചെയ്യുന്നുണ്ട്. സെക്യൂരിറ്റി എന്ന വിഭാഗം തന്നെയാണ് പല പേരിൽ അറിയപ്പെടുന്നുണ്ട്. നമ്മളിത് മസിലുമായിട്ട് ജിമ്മായിട്ട് നടക്കുന്ന ബൗൺസേഴ്സ് എന്നും നോർമലി ഉള്ള ആൾക്കാരെ സാധാ സെക്യൂരിറ്റി എന്നും അല്ലെങ്കിൽ വെഡ്ഡിങ്ങിലൊക്കെ വരുന്ന ആൾക്കാരെ പല കാറ്റഗറിയിൽ സെക്യൂരിറ്റി ചെയ്യുന്നുണ്ട്. അങ്ങനെ ഓരോ സെക്യൂരിറ്റിക്ക് ഓരോരോ കാറ്റഗറി പേര് പറയുന്നുണ്ട്. പക്ഷേ ഈ ആൾക്കാർ ഫണ്ട് വയ്ക്കുന്ന ഓരോ ജോലിക്ക് അതിൻ്റെ രീതി ഉള്ളതുകൊണ്ടാണ് ഓരോ ചാർജ് വയ്ക്കുന്നത്. പക്ഷേ ഇവർ എല്ലാ ആൾക്കാരെയും തരം താഴ്ന്ന രീതിയിലാണ് കാണുന്നത്, സെക്യൂരിറ്റി എന്ന രീതിയിൽ. ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന ജോലിയോ നമ്മൾ എടുക്കുന്ന ഹാർഡ് വർക്ക് ഒന്നും ആരും കാണുന്നില്ല. ഇപ്പോൾ നമ്മളൊരു പ്രോഗ്രാം പോകുമ്പോൾ ഒരു വലിയൊരു മമ്മൂക്കയോ അല്ല ലാലേട്ടൻ വരുന്ന പ്രോഗ്രാം ആണെങ്കിൽ ഭയങ്കര റഷ് ഉണ്ടാവും. ഈ കാണാൻ വരുന്ന ആരാധകരുടെ ഉള്ളും തള്ളും ഇടിയും എല്ലാം നമ്മൾ സഹിക്കണം. നമ്മളിതിനെ നടക്കുക. കാരണം നമുക്ക് വരുന്ന ലാലേട്ടനാണെങ്കിൽ ലാലേട്ടനെ സേഫായിട്ട് തന്നെ കൊണ്ടുപോകണം, ആരും തൊടാനോ. കാരണം എല്ലാവരും ആഗ്രഹിക്കുന്ന ലാലേട്ടൻ അടുത്ത് കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്നതാണ്. പക്ഷേ നമ്മളെ സംബന്ധിച്ചാൽ നമുക്ക് ഈ ലാലേട്ടനെ സേഫായിട്ട് അകത്ത് കയറ്റുക എന്നുള്ളത്. അപ്പോൾ ഈ ചവിട്ടും ഈ പ്രാക്കും അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇടിയും എല്ലാം നമ്മൾ സഹിച്ച് നമ്മൾ തൊഴിയും കിട്ടണം, ആളുകളുടെ പ്രാക്കും കിട്ടണം എന്ന് പറയുന്ന അവസ്ഥയാണ്. ഇപ്പം അന്ന് നടന്ന പ്രോഗ്രാം ലാൽസലാം ഗവൺമെന്റ് നടത്തിയ പ്രോഗ്രാമാണ്, ലാലേട്ടനുള്ള ആദരവാണ്. അപ്പൊ ശരിക്കും പോലീസ് ഉണ്ട് അവിടെ നിയന്ത്രിക്കാൻ. പോലീസ് ഒരു 300 പോലീസ് ഉണ്ടായിരുന്നു. അപ്പൊ നിങ്ങളെ ശരിക്കും വിളിക്കുന്നത് ആരാ? ശരിക്കും ബൗൺസേഴ്സിനെ വിളിക്കുന്നത് ആരാണ്? സംഘാടകരാണോ? അതിന്റെ ഈ പ്രോഗ്രാമിന്റെ സംഘാടകരായിരുന്നു നമ്മൾ വിളിച്ചിട്ട് പറഞ്ഞത്. നിങ്ങളുടെ സെലിബ്രിറ്റി ലാലേട്ടനെയും നമ്മുടെ സെലിബ്രിറ്റീസിനെയും ഫുള്ള് ടേക്ക് കെയർ ചെയ്യണം. ശരിക്കും ഇതൊരു സർക്കാർ പ്രോഗ്രാം ആണെങ്കിൽ പോലും നിങ്ങളുടെ സേവനം അവർ നേടാറുണ്ടോ? ഐ മീൻ ആവശ്യപ്പെടാറുണ്ടോ? പൊതുവേ സർക്കാർ പ്രോഗ്രാം ഞാൻ എടുക്കാറില്ല. കാരണം വെച്ചാൽ നമുക്കൊരു ഫണ്ട് റിട്ടേൺ കിട്ടാനായിട്ട് വളരെ ലേറ്റ് ആകാതെ പ്രശ്നമുള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ സർക്കാർ പ്രോഗ്രാം എടുക്കാറില്ല. കാരണം മിനിസ്റ്റർ ലെവലിൽ വരുമ്പോൾ കൂടുതലും പോലീസ് തന്നെയാണ് അവരെ ടേക്ക് ചെയ്യുന്നത്. ഗസ്റ്റ് വരുന്നത് വളരെ അപൂർവം പരിപാടിയല്ല. പിന്നെ ഇതൊരു ഒത്തിരി ഗസ്റ്റുകളുണ്ടായിരുന്നു. അപ്പം എല്ലാ സെലിബ്രിറ്റീസിനെയും പോലീസുകാർക്ക് അറിയാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ അവരുടെ മാനേജ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടായിരിക്കാം നമ്മുടെ വിളിച്ചിട്ടുണ്ടായിരിക്കുക. അപ്പോൾ നമ്മൾ തലേദിവസം മീറ്റിംഗ് ഉണ്ടായിരുന്നു, ചെന്ന് കണ്ടു. അവർ പറഞ്ഞു ഇതുപോലെ നമുക്ക് ലാൽ സാറിനെ ഫുള്ള് ടേക്ക് കെയർ ചെയ്യണം. പ്ലസ് നമുക്ക് വരുന്ന സെലിബ്രിറ്റീസ് എല്ലാത്തിനെയും പ്രോഗ്രാം കഴിഞ്ഞിട്ട് തിരിച്ച് അവർ വണ്ടി കയറ്റി വിടുന്ന ഫുള്ള് ഡ്യൂട്ടി നിങ്ങളിലാണെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മൾ അതിൻ്റെ ഓരോ വരുന്ന ഗസ്റ്റുകളെ നമ്മൾ കൊണ്ടിരുത്തുക എന്നുള്ളത് ആയിരുന്നു. അന്ന് ശരിക്കും സുഭാഷ് മാത്രമായിരുന്നു? നിങ്ങളുടെ ടീം എത്ര പേരുണ്ടായിരുന്നു? അന്ന് 10 പേരുണ്ടായിരുന്നു ആ ടീമിൽ. 10 പേരുണ്ടായിരുന്നു. പക്ഷേ ഈ 10 പേരുണ്ടായിട്ടും സുഭാഷിനെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നതുകൊണ്ടായിരിക്കും. കാരണം ഓരോരുത്തർക്കും ഞാൻ ഓരോ ഡ്യൂട്ടി കൊടുത്തിട്ട് ഡിസൈഡ് ചെയ്യുകയായിരുന്നു. കാരണം ഞാൻ ഓൾറെഡി സ്റ്റേജിൻ്റെ റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡ് ഉണ്ടായിരുന്നു. പിന്നെ സ്റ്റേജിൻ്റെ ബാക്ക് സൈഡ് ഗ്രീൻ റൂം, പിന്നെ നമുക്ക് ലാലേട്ടനെ കൊണ്ടുവരാൻ കുറച്ച് പേര് ക്യാരവൻ്റെ സൈഡിൽ, അങ്ങനെ കുറച്ച് പേര് നമ്മൾ അങ്ങനെ ഡിസൈഡ് ചെയ്യും. അപ്പോൾ ഞാൻ ഒരു ഗസ്റ്റിനെ കൊണ്ട് അകത്ത് ഇരുത്തിയിട്ട് തിരിച്ചിറങ്ങുന്ന സമയത്താണ് നമ്മൾ ഈ ബാദുഷക്കാരെ കാണുന്നത്. അങ്ങനെയാണ് ഞാൻ അവിടെ ആ സെക്ഷനിൽ വരുന്നത്. ബാദുക്കയോട് കാര്യം പറഞ്ഞു. ബാദുക്കയുടെ ഒരു മറുപടി ഇതിനോടും പല വീഡിയോസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാദുക്കയുടെ ഭാഗത്ത് എന്തായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ശരിക്കും ഈ ഒരു വിഷയം ബാദുക്കനെ കയറ്റാൻ നോക്കിയെന്നാണ് പറഞ്ഞത്. പക്ഷെ അത് വീഡിയോകളിൽ പ്രചരിപ്പിച്ചത് പ്രൊഡ്യൂസറിനെ കയറ്റാൻ പോലീസ് സമ്മതിച്ചിട്ടും ബൗൺസർ സുഭാഷ് സമ്മതിച്ചില്ല, അതുകൊണ്ട് പോലീസ് എടുത്ത് പുറത്തേക്ക് ഇട്ടു എന്ന് പറഞ്ഞിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ശരിക്കും ആ വിഷയത്തിലെ യാഥാർത്ഥ്യം എന്താ ശരിക്കും? അതിൽ യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ ഞാൻ ബാദുഷ വരുന്നതിന് തൊട്ട് മുമ്പിൽ ഞാനൊരു ഗസ്റ്റിനെ കൊണ്ട് അകത്തിരുത്തുന്നുണ്ടായിരുന്നു. കൊണ്ടിരുത്തിയിട്ട് ഞാൻ വീണ്ടും പുറത്തോട്ട് അടുത്ത ഗസ്റ്റിനെ കൊണ്ടുവരാനായിട്ടുള്ള നിൽക്കുമ്പോഴാണ് ബാദുഷ വൈഫുമായിട്ട് ഇങ്ങനെ മഴയത്ത് നനഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു അതൊക്കെ എത്ര പേരുണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ 2 പേരുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ നിന്ന് CIയുടെ തൊട്ട് മുകളിൽ ഏതോ റാങ്കിൽ പോലീസുകാരാണ് നിന്നത്. ഞാൻ സാർ നമുക്കിതുപോലെ ഇൻവൈറ്റ് ചെയ്ത ഗസ്റ്റാണ്, നമുക്ക് പുള്ളീനെ അകത്തിരുത്തേണ്ടതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് ശരിക്കും അറിയില്ലേ ഗസ്റ്റ് ഉണ്ടല്ലോ, പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു പ്രോഗ്രാമിന് പ്രോട്ടോകോൾ കാര്യങ്ങളുണ്ടായിരിക്കും. VIP ഒക്കെ ആരൊക്കെ ഉണ്ടാവണം എന്നുള്ള സാധനങ്ങൾ ലിസ്റ്റ് ചെയ്തിട്ട് ചെയറിൽ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരിക്കില്ലേ? അങ്ങനെ സാധാരണ പൊതുവെ കാണാറുണ്ട്, അതുകൊണ്ട് ചോദിച്ചത്. ആ ചെയറിൽ പക്ഷെ അന്ന് ഓൾമോസ്റ്റ് ഒത്തിരി ഗസ്റ്റുകൾ ഉണ്ടായിരുന്നു, എല്ലാ മേഖലയിൽ നിന്നും ഉണ്ടല്ലോ. നമ്മളെ മലയാളം ഇൻഡസ്ട്രിയിൽ നിന്ന് തന്നെ ഒത്തിരി ലാൽ സാറിൻ്റെ കൂടെ പണ്ടോട്ട് അഭിനയിച്ച നായികമാർ തൊട്ട് വർക്ക് ചെയ്ത സഹപാഠികൾ, അങ്ങനെ ഒത്തിരി ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ പോലീസുകാർക്ക് ഇപ്പോൾ ഈ ഫിലിം സ്റ്റാർ പിന്നെ അറിയാൻ പറ്റും, പക്ഷേ ഈ പ്രൊഡ്യൂസർമാർ ആരാണെന്നോ ഡയറക്ടർമാർ ആരാണെന്നോ അവർക്ക് അറിയാൻ പറ്റുന്നുണ്ടാവില്ല. ഇതിപ്പോഴേ പോലീസേഴ്സിന് അറിഞ്ഞോളുന്നില്ല, പക്ഷേ ഇവർ നമ്മൾ ഈ സിനിമ മേഖലയിലൊക്കെ കൈകാര്യം ചെയ്ത് നമ്മൾ അറിയുന്നുണ്ടാവും. അപ്പോൾ ഈ വരുന്ന ഗസ്റ്റ് ആ പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മളെ കയറ്റും, ഇവർക്ക് ആ ഒരു പ്രിവിലേജ് തരും ബൗൺസേഴ്സ് എന്ന് വിചാരിക്കുന്നുണ്ടാവും. പക്ഷെ അവിടെ ഇതേപോലെ പോലീസേഴ്സ് വന്നിട്ട് ഇടപെടുമ്പോൾ ഒന്നും ചെയ്യാനും പറ്റില്ല. ഈ അവസ്ഥ എന്താ ശരിക്കും? കാരണം നമുക്ക് സംബന്ധിച്ച് നമ്മൾ സാധാരണ പറഞ്ഞ ഒരു സെക്യൂരിറ്റി മേഖലയാണ്. അപ്പോൾ നമുക്ക് തൊട്ട് മുകളിലാണ് ഗവൺമെൻറ് ഇരിക്കുന്ന ആൾക്കാർ, പോലീസുകാരെന്ന് പറയുമ്പോൾ. അപ്പോൾ നമുക്ക് അവർക്ക് ഒരിക്കലും സാർ നമുക്ക് പറഞ്ഞു കൊടുക്കാം, സാർ നമ്മളിങ്ങനെ ബ്ലോക്ക് ചെയ്യുമ്പോൾ സാർ ഇങ്ങനെ നമ്മൾക്ക് അകത്ത് കയറേണ്ട ഗസ്റ്റാണ്, അവർ കയറ്റേണ്ട ആളാണെന്ന് പറയാനേ പറ്റത്തുള്ളൂ. അവർ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ പറ്റത്തില്ല എന്ന് തന്നെയാണ്. കാരണം നമ്മൾ ആ പുള്ളി ഡ്യൂട്ടി നമുക്ക് അവർ നമുക്ക് ഷൗട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കാൻ പറ്റത്തില്ല. ഇത് എപ്പോഴെങ്കിലും ഇതിൽ കുറേ വരുന്നൊരു ഇതാണ്, വിമർശനമാണ് നിങ്ങൾ പോലീസിനേക്കാൾ മേലെയല്ല എന്നുള്ള സാധനം. എപ്പോഴെങ്കിലും ഇതിൻ്റെ ഒരു പവറുണ്ട്, ഈ ക്രൗഡിനെ നിയന്ത്രിക്കുക എന്നുള്ള സാധനം, ഈ ആളുകൾക്ക് അതനുസരിച്ചിട്ട് വേണ്ട ക്രമീകരണങ്ങൾ ചെയ്യുക എന്നുള്ളത് എപ്പോഴെങ്കിലും തോന്നാറുണ്ടോ? നമ്മൾക്കും ആ ഒരു പവറുണ്ട്, നമ്മളും പോലീസിനെ പോലെയാണ് അല്ലെങ്കിൽ പോലീസിനെ മേലെന്ന് സ്വയമേ ഒരു പവർ ഫീൽ ചെയ്യാറുണ്ടോ?
അങ്ങനെ ഇല്ല, നമ്മുടെ ഓരോ ജോലിക്കും ഓരോരു ഉണ്ടാവുമല്ലോ. ആ ഒരു അപ്പം നമ്മുടെ ബൗൺസേഴ്സിൻ്റെ ടീമിൽ നമ്മൾ ചെയ്യുന്നത് കറക്റ്റ് ആണെന്നുള്ളൊരു ഉണ്ട്. അതുകൊണ്ടാണ് പലയിടത്തും നമുക്ക് വർക്കുകൾ വരുന്നതും, അല്ലെങ്കിൽ വർക്ക് കഴിഞ്ഞിട്ട് ആ ക്ലയൻറ്റ് നമ്മൾ പറയുന്നത് നമുക്ക് റിവ്യൂ നല്ല സർവീസായിരുന്നു, നമുക്ക് നെക്സ്റ്റ് ടൈം നിങ്ങൾ തന്നെ വരണമെന്ന് പറഞ്ഞ് പലരും പറയാറുണ്ട്. ആ ഒരു സന്തോഷമാണ്. കാരണം നമ്മൾ നല്ല രീതിയിൽ ചെയ്തു, അല്ലെങ്കിൽ ആ ക്ലയൻറ്റ് ഹാപ്പിയാണെന്ന് കേൾക്കുമ്പോൾ വളരെ സന്തോഷമാണ്. ഉണ്ട്. ഈ നമ്മൾ പലപ്പോഴും ഇത്രയും ഇവൻറ്റുകൾ ആളുകളെയും കണ്ടിട്ടുണ്ട്. നമുക്കതിൻ്റെ ഒരു കോർഡിനേറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു പവർ നമുക്കുണ്ട്. നമുക്ക് നമ്മുടേതായിട്ടുള്ള ശരീരത്തിൻ്റെ ഒരു അട്രാക്ഷൻ വലുപ്പമൊക്കെ ഉണ്ട്, അത് ഗുണം ചെയ്യാറുണ്ട് എന്നുള്ളത് എപ്പോഴും തോന്നിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ലാൽസലാം പ്രോഗ്രാം നടന്നു കഴിഞ്ഞപ്പോൾ ഈ അധികാരത്തിൻ്റെ ഒരു പവർ എന്നുള്ളൊരു സാധനം ഒന്ന് വേറെയാണെന്ന് ചിലപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരിക്കാം. തോന്നിയിട്ടുണ്ട് ഏതെങ്കിലും സമയത്ത് എനിക്കൊരു പോലീസുകാരനാവണമെന്ന് തോന്നിയിട്ടുണ്ടോ? പോലീസുകാരനാവണമെന്ന് അത് ഏതൊരു മനുഷ്യനും തോന്നാനുള്ള ആഗ്രഹമാണ്. കാരണം അവർ നിൽക്കുന്ന ഒരു കാണുമ്പോൾ ഏത് മനുഷ്യനും കാരണം ആഗ്രഹമുള്ള തന്നെയാണ്. എല്ലാവർക്കും കിട്ടണമെന്നില്ലല്ലോ പോലീസ് ആവണമെന്ന്. പലരും ജോലി എഴുതി PSC എഴുതി പോലീസിന് വേണ്ടി പോകുമ്പോഴും കിട്ടാറില്ല. ശ്രമിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും പോലീസ് ആവാൻ? ഇല്ല, വീട്ടിൽ അമ്മയ്ക്ക് ഇഷ്ടമല്ല. അമ്മയുടെ മകനാണ് ഞാൻ, അമ്മ മോനാ. അതുകൊണ്ട് അമ്മയ്ക്ക് അങ്ങനെ ഇഷ്ടമല്ല. കാരണം അമ്മയ്ക്ക് ഈ അടി തല്ല് ഇഷ്ടമല്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും നമുക്ക് ഇഷ്ടമല്ല. ഇപ്പോഴും നമ്മൾ വർക്കിന് പോകുമ്പോൾ ഞാൻ എന്ന് വർക്കിന് പോയാലും എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ ഞാൻ വീട്ടിൽ നമ്മുടെ അടുത്ത് പറയും. ഞാൻ എല്ലാ പ്രോഗ്രാം പോയിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് എല്ലാം ഷെയർ ചെയ്തിട്ട് ഞാൻ അന്ന് ഉറങ്ങത്തുള്ളൂ. അമ്മയുടെ പുറത്ത് മാത്രമേ മറ്റേ ഈ ഹൾക്ക് ബോഡി കാര്യമുള്ളൂ. വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഭാവിയാണ്, അമ്മയുടെ ഭാവിയാണല്ലേ. നമ്മളിപ്പോൾ എത്ര വലുതായാലും അമ്മയ്ക്ക് കുഞ്ഞു തന്നെയാണല്ലോ. അപ്പോൾ ഞാൻ നമ്മുടെ എല്ലാ പരിപാടിയിലേയും അപ്പോൾ അന്ന് രാത്രി പറയാൻ പറ്റില്ല, പിറ്റേ രാവിലെ കാണുമ്പോൾ അമ്മ പറയും ഇങ്ങനെയൊക്കെ പ്രോഗ്രാം ഉണ്ടായിരുന്നു, ഇങ്ങനെയൊക്കെ ആയിരുന്നു പരിപാടിയുടെ കാര്യം പറഞ്ഞിട്ടേ കിടക്കത്തുള്ളൂ. അപ്പോൾ അമ്മ പലപ്പോഴും പറയും, ഇപ്പോൾ നമ്മളൊരു പ്രശ്നം ഉണ്ടായി ഒരാളെ പിടിച്ചു മാറ്റിയാൽ അവിടെ അടിയാണെന്ന് പറയും, മക്കൾ അങ്ങനെ അടിക്കരുത്, അല്ലെങ്കിൽ ആരും അടി കൊടുക്കരുത്, അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളെ ടേക്ക് കെയർ ആണ് അമ്മ. അപ്പോൾ അതുകൊണ്ട് അമ്മയ്ക്ക് വന്ന പണ്ടോട്ട് ഇഷ്ടം. പിന്നെ അമ്മ പണ്ട് ഒരു കുഞ്ഞിനെ പറയും ബൈക്ക് ഓട്ടിക്കരുത് എന്നുകൊണ്ട് ഞാൻ കുഞ്ഞിനെ ബൈക്ക് ഓട്ടിക്കാൻ പഠിക്കാൻ പോയിട്ടില്ല. കാരണം അത് ആക്ച്വലി എനിക്കൊരു 1 വയസ്സുള്ളപ്പോൾ അച്ഛൻ നമ്മൾ മരിച്ചതാണ്. അപ്പം അന്നോട്ട് അമ്മയെ വളർത്തുന്നത്. അപ്പോൾ അന്നോട്ട് അമ്മയുടെ ഒറ്റ മോനാണോ? അത് ചേച്ചിയുണ്ട്, മാരീഡാണ്. അപ്പം അന്നോട്ട് അമ്മയുടെ ഒരു ചൊപ്പടിക്ക് കേട്ട് 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 അമ്മ മോനായി എന്നുള്ള സംഭവം. എനിക്കിത് കറക്റ്റ് വരുമ്പോൾ മറ്റേ രോമാഞ്ച സിനിമ വരണേ, അതുവരെ സജിൻ ഗോപു മറ്റേ ഭയങ്കരമായിട്ട് വിറപ്പിച്ച് നിന്നിട്ട് പെട്ടെന്ന് അമ്മ വിളിക്കുമ്പോൾ പെട്ടെന്നൊരു മാറ്റമുണ്ട്. അപ്പോൾ അമ്മമാർ വിളിക്കുമ്പോൾ അത് വരെ നമ്മളെ ഗുണ്ടായിസോ നമ്മളെ വില്ലനീസോ ഒക്കെ പോകുന്നു പറഞ്ഞ പോലെയാണ്. ഈ അത്രയും വിഷമം ഉണ്ടാകുന്നൊരു സംഭവങ്ങളാണ് ശരിക്കും ഈ പബ്ലിക്കായിട്ട് നമ്മളെ നാണം കെടുത്തുക, അല്ലെങ്കിൽ വാക്കുകൾ ഉപയോഗിക്കുക, പുറത്താക്കുക എന്ന് പറയുന്ന സാധനം. പക്ഷേ എവിടേക്കോ നമ്മളുടെ ഉള്ളിലുണ്ടാകുന്ന വിഷമത്തെ കാണിക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. പ്രത്യേകിച്ച് നമ്മൾ ഇത്രത്തോളം വലുപ്പമുള്ളൊരു മനുഷ്യൻ പറയുന്ന കാര്യമുണ്ട്, നീ മീശയും വെച്ചിട്ട് കരയിലടാന്നൊക്കെ പറയാം. പക്ഷെ നമ്മുടെ ഉള്ളിനുള്ളിൽ വിഷമം വരുന്ന സംഭവം ഉണ്ടാവാറുണ്ട്. ശരിക്കും അങ്ങനെ വന്നിട്ടുണ്ടോ ഒരു അവസ്ഥ? ശരിക്കും പലവരും നമ്മളെ മോശമായിട്ട് പറയും. കാരണം ഇപ്പോൾ ഈ ഒരു പ്രശ്നം തന്നെ മോശമായിട്ട് ഒത്തിരി കമൻറ്റുകളുണ്ട്. പക്ഷെ നമുക്ക് കണ്ടാലും നമുക്കത് പ്രതികരിക്കാനായിട്ട് ഒരു ലിമിറ്റുണ്ട്. നമുക്കത് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ പറ്റില്ല. നമുക്ക് പബ്ലിക്കിന് കരയാനോ അല്ലെങ്കിൽ അതിനെ ഒരു പ്രതികരിക്കാൻ ഇപ്പോൾ ഈ ഒരു പ്രശ്നത്തിലാണ് എനിക്ക് പ്രോട്ടോക്കോളായിട്ട് എനിക്ക് പ്രതികരിക്കാൻ പറ്റും. കാരണം ന്യായമായിട്ടുള്ള സൈഡാണ് നിന്ന പരിപാടിക്ക് നെഗറ്റീവ് വന്നതുകൊണ്ട് എനിക്ക് പ്രോട്ടോക്കോളായിട്ട് ചെയ്യാൻ പറ്റും. അല്ലാത്തൊരു സംഭവം ഞാനൊരു തെറ്റ് ചെയ്തിട്ടാണ് അവരങ്ങനെ ചെയ്തതെങ്കിൽ നമുക്കത് കണ്ടുകൊണ്ട് നിൽക്കുക, സഹിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ഭയങ്കരമായിട്ട് ഇമോഷണൽ ആയിട്ടുള്ള ആളാണോ ശരീരത്തിനപ്പുറത്തേക്ക്? മനുഷ്യരായതുകൊണ്ട് ഇമോഷണൽ എപ്പോഴും ഇമോഷണൽ അങ്ങനെ ഈ വർക്കിൻ്റെ ഇടയ്ക്ക് ഇമോഷൻ അങ്ങനെ വരാറില്ല. കാരണം എടുക്കുന്ന വർക്ക് എത്ര ഹാർഡ് വർക്ക് ചെയ്താലും അത് വൃത്തിയായിട്ട് ചെയ്ത് കൊടുത്തിട്ട് പോകത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നിട്ടില്ല. ഇപ്പം എത്ര നാളായി ശരിക്കും ഈ ഫീൽഡിൽ? എത്ര വർഷമായി ഈ ഫീൽഡിൽ? അങ്ങനെ പറയണേ 20 വർഷമായി. 20 വർഷമായിട്ട്? ശരിക്കും 20 വർഷം മുമ്പൊക്കെ ബൗൺസേഴ്സ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടോ? അപ്പോൾ പക്ഷേ ഈ നമ്മുടെ ഈ ട്രിവാൻഡ്രത്തോട്ട് വളരെ കുറവായിരുന്നു. ഓക്കെ. മുമ്പ് ഇതിന്റെ ഒരു രൂപം എന്തായിരുന്നു? എന്ത് പേരിട്ടാ വിളിച്ചിരുന്നത്? അതോ ആദ്യം ഇങ്ങനെ തന്നെയാണ്? ബൗൺസേഴ്സ് തന്നെയാണ് ശരിക്കും. ഇങ്ങനെ ഒരു സെക്യൂരിറ്റി പരിപാടികളും അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടായിരുന്നു ശരിക്കും. ഇത് കൂടുതൽ നമ്മള് ബാറുകളിലായിരുന്നു ഒരു പർപ്പസ്ഫുള്ളി നമ്മൾ ഉണ്ടായിരുന്നത്. കാരണം അവിടുത്തെ DJ സ്ഥലങ്ങളിൽ അവിടെ ഒരു പ്രശ്നങ്ങൾ ഹാൻഡിൽ ചെയ്യാനായിരുന്നു ആദ്യം ബൗൺസേഴ്സ് എന്നൊരു കോൺസെപ്റ്റ് വന്നു തുടങ്ങിയത്. ഞാൻ തുടങ്ങുന്നത് ഫസ്റ്റ് ബാറിൽ തന്നെയാണ്. ബാറിലൊരു നമ്മുടെ ചേട്ടൻ്റെ അവരൊരു ടീമുണ്ട്, കൂട്ടായ്മയുണ്ട്. അവരൊരു പ്രോഗ്രാം കണ്ടന്റ് ചെയ്തു. അവിടത്തേക്ക് ഫസ്റ്റ് ബൗൺസറായിട്ട് എന്നെ വിളിക്കുന്നു. ഞാനന്ന് വർക്കൗട്ട് ചെയ്ത് സൈസൊക്കെ ചെയ്ത് അന്ന് മത്സരം എന്നൊരു കാരണം വെച്ചാൽ ഞാൻ ചോദിക്കാൻ കാരണം ഇപ്പോൾ ശരിക്കും പുറത്ത് ഈ സെലിബ്രിറ്റീസ് വരുമ്പോൾ സെലിബ്സ് വരുന്ന സമയത്ത് പുറത്ത് വന്ന് നിൽക്കുന്നത് വളരെ ശരിക്കും കുറച്ച് നാളല്ലേ ആയിട്ടുള്ളൂ. അതാണ് ഞാൻ ചോദിക്കാൻ കാരണം ആദ്യമേ ബൗൺസേഴ്സ് ഉണ്ടാവുന്ന സാധനങ്ങൾ ഇത്തരം പൊതുവേദികളിൽ ഉണ്ടാവുന്നതല്ലല്ലോ. മാറ്റാനും കാര്യങ്ങളും ബോളിവുഡിലും പുറമെ ഉണ്ട്. പക്ഷെ നമുക്ക് ഇവിടെ മലയാളത്തിൽ താരങ്ങൾ വരുന്ന സമയത്ത് കാണുന്നത് എനിക്ക് തോന്നുന്നു ഒരുപാട് നാളായിട്ടില്ലെന്ന് തോന്നുന്നു അല്ലേ? കാരണം മലയാള താരങ്ങൾ വളരെ അപൂർവമായിട്ടാണ് വരുന്നത്, പ്രോഗ്രാമിൽ വരുന്നത്. ഇപ്പോഴാണ് കൂടുതൽ ആക്റ്റീവായി തുടങ്ങിയത്. സെലിബ്രിറ്റീസിനെ എല്ലാ പരിപാടിക്കും കൊണ്ടുവരണം എന്നുള്ളൊരു
കാറ്റഗറി വന്നു തുടങ്ങി ഇപ്പോഴാണ്. പണ്ടൊക്കെ വന്നാലും കൂടുതൽ മിനിസ്റ്റേഴ്സ്, നമ്മുടെ ട്രിവാൻഡ്രം സൈഡ് നോക്കുകയാണെങ്കിൽ, കൊല്ലം വരെ നോക്കുകയാണെങ്കിലും കൂടുതൽ രാഷ്ട്രീയക്കാരാണ്. ഏത് പരിപാടി വന്നാലും അവിടെ മുമ്പിലുണ്ടാകുന്ന അവരായിരിക്കും ഉണ്ടാകുന്നത്. ഇപ്പോഴാണ് സെലിബ്രിറ്റി എന്നുള്ള സാധനം കൂടുതൽ വന്നപ്പോൾ നമുക്ക് കുറച്ചും കൂടെ കൂടുതൽ നമ്മൾ ഫ്രണ്ടിലോട്ട് വരാം. താരപരിവേഷമൊക്കെ ഇല്ലേ എവിടേക്കോ? ഇല്ലേ? ആസ്വദിക്കാറില്ലേ? അതെ, തീർച്ചയായും ഉണ്ട്. ഞാൻ ഈ ഫീൽഡിലോട് കുറച്ചും കൂടെ ഇഷ്ടപ്പെടാൻ കാരണം എനിക്ക് അഭിനയം ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ. ഞാൻ അഭിനയത്തിന് വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്, കുറച്ച് കാലം ഇതിനോട് ബാക്ക് നടന്നിട്ടുണ്ട്. ചെയ്തോ സിനിമ? ചെറിയ ചെറിയ സംഭവങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ സീരിയൽസ് കുറച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിലോട് കൂടുതൽ പഠിക്കാനും കൂടിയാണ് ഞാൻ കുറച്ചും കൂടി ഇതിൽ ഇമ്പോർട്ടൻറ്റ് കൂടുതൽ കൊടുത്തത്. അപ്പം കൂടുതൽ നമ്മൾ ആൾക്കാരായിട്ട് പരിചയപ്പെടാൻ പറ്റും, അല്ലെങ്കിൽ അത് നമുക്ക് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും ഇറങ്ങി. അപ്പോൾ അത് ചെയ്തപ്പോൾ ഇഷ്ടപ്പെട്ടു. പിന്നെ അത് തന്നെ ഒരു പ്രൊഫഷണലാക്കി എന്തോ എടുത്തുകൂടാന്ന് വെച്ചിട്ട് നമുക്ക് എടുക്കുന്നതായിരുന്നു. ശരിക്കും ഇതിൻ്റെ അട്രാക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ബോഡി തന്നെയാണ് അല്ലേ? ശരിക്കും ഇത്തരത്തിലെ ഒരു ഹൈറ്റും അതിനനുസരിച്ചുള്ള ബോഡിയും ഉള്ളതുകൊണ്ട് ഈ ഫീൽഡിലോട്ട് വന്നാണോ, അതല്ലെങ്കിൽ ഈ പ്രൊഫഷൻ ഇഷ്ടമായതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് ബോഡി പെരുപ്പിച്ചതാണോ? ഏത് ശരിക്കും? അല്ല, ഞാനല്ലേ ഈ ഫസ്റ്റ് ഞാൻ ഈ ഫീൽഡ് വരുന്നത് നമ്മളൊരു ഫ്രണ്ട്സിൻ്റെ ചേട്ടന്മാരുടെ കൂട്ടായ്മ ഒരു പ്രോഗ്രാം നടത്തിയായിരുന്നു. അപ്പോൾ അതിന് ബൗൺസേഴ്സ് ആയിട്ട് അവരൊരു ഗ്യാങ്ങിനെ വെച്ചിട്ടുണ്ടായിരുന്നു. അവർ കൊച്ചിയിൽ നിന്നെന്തോ കൊണ്ടുവന്ന് വെച്ചാൽ അന്ന് കൊച്ചിയിലൊക്കെ ഉണ്ടായിരുന്നു ആ തുടങ്ങിയ സമയത്തൊക്കെ. അപ്പോൾ അന്ന് വന്നതിലും അധികം സൈസുള്ള ആൾക്കാരോ കാര്യങ്ങളൊന്നും ഇല്ല, സാധാരണ മീഡിയം സൈസുള്ള ആൾക്കാരായിരുന്നു. അപ്പോൾ ഞാനപ്പോൾ മത്സരം ചെയ്യാൻ വേണ്ടിയിട്ട് സൈസ് ഗെയിൻ ചെയ്യാൻ വേണ്ടി സമയമായിരുന്നു. അപ്പോൾ പുള്ളിന് സുഭാഷ് ഒരു ജോലിയുണ്ട്, വരാൻ പറ്റുമോ, നമുക്ക് 1000 രൂപ ശമ്പളം കിട്ടും, ഫുഡ് കിട്ടും എന്ന് പറയും. അപ്പോൾ ഞാൻ ചെയ്യുന്നത് നമ്മൾ സാധാരണ ഒരു പണിക്ക് പോയി കഴിഞ്ഞാൽ രാവിലെ തൊട്ട് വൈകുന്നേരം നിന്നാൽ 1000 രൂപ എടുത്തുള്ളൂ. ഇത് നമ്മളൊരു തുച്ഛമായിട്ടൊരു 4 മണിക്കൂറിനകത്ത് നിന്നതിൽ 1000 രൂപ കിട്ടുന്നപ്പോൾ ഞാൻ ശരി വരാമെന്ന് പറയും. വന്ന് പോയതാണ്, ക്ലബ്ബിൽ പോയതാണ്. പോയി വർക്ക് ചെയ്തു. അപ്പോൾ അത് അവർ ഇഷ്ടപ്പെട്ടു. അപ്പോൾ അത് അന്ന് വന്ന കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, അവരും ഞാനും കൂടെ ഒരുമിച്ച് നമ്മളൊരു ടീമായിട്ട് സ്റ്റാർട്ട് ചെയ്തു. അത് പേരൊന്നും ഇട്ടിട്ടില്ല, വർക്കുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്യാമെന്ന രീതിയിൽ നമ്മൾ കുറച്ച് തുടങ്ങിയതാണ്. ഒരു 5 പേര് വെച്ചിട്ട്. അത് പിന്നെ ആ 5 പേര് വെച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു, ഓരോരോ പ്രോഗ്രാമുകൾ ചെയ്തു. അന്ന് ശരിക്കും തുടങ്ങുന്നത് സുഭാഷിലൂടെ തന്നെയാണ്. ഇപ്പോൾ പലപ്പോഴും ഈ വീഡിയോയിൽ കണ്ടൊരു കാര്യമാണ്, നേതാവ് ഫേമസ് ആയി വൈറലായി എന്ന് പറഞ്ഞിട്ട് ശരിക്കും നേതാവ് എന്നാണ് വിളിക്കുക അല്ല? ഫ്രണ്ട്സിൻ്റെ ഇടയിൽ നമ്മൾ പൊതുവെ ഫ്രണ്ട്സ് എല്ലാം അങ്ങോട്ട് വിളിക്കാറുണ്ടല്ലോ. ചിലർ എന്താ പറയുക, മുതലാളി എന്ന് വിളിക്കും, ചിലവർ നേതാവെന്ന് വിളിക്കും. ശരിക്കും സുഭാഷിന് കീഴിൽ ഇപ്പോൾ എത്ര പേരുണ്ട്? ഇപ്പോൾ എല്ലാം കൂടെ 200 പേര് അടുപ്പിച്ചോളം. 200 പേരുണ്ട് ഉണ്ട്. അപ്പം നിങ്ങൾ ശരിക്കും ഒരു വലിയൊരു ബിസിനസ് സംരംഭത്തിന്റെ ഓണറാണ് അല്ലേ? അല്ലെ ശരിക്കും ഇതിൻ്റെ ഒരു സാധ്യത ഭയങ്കര കൂടുതലല്ലേ? 200 പേരോളം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇതിൽ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഞാൻ 200 വലിയൊരു ഒറ്റ ടീമായിരുന്നു 200 എന്നുള്ളത്. പക്ഷേ ഈ നമ്മൾ സ്ഥിരം വർക്കുകൾ ചെയ്തു തുടങ്ങിയ സമയത്ത് കൂടെ നിൽക്കുന്ന ആൾക്കാർ തന്നെ എന്തുകൊണ്ട് നമുക്ക് സ്വന്തമായി തുടങ്ങിക്കൂടാ എന്ന രീതിയിൽ അങ്ങനെ സ്പ്ലിറ്റ് 1-2 ടീമുകൾ സ്പ്ലിറ്റ് ആയിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴൊരു എങ്ങനെ ഒരു 150 250ഓളം മെമ്പേഴ്സ് ഇപ്പോഴും ഉണ്ട്. വിളിച്ചാൽ ഓടി വരുന്ന ആൾക്കാരുണ്ട്. കേരളത്തിലെ ബൗൺസേഴ്സിലെ ഏറ്റവും വലിയ ടീം നിങ്ങളാണോ? അങ്ങനെ ഞാൻ എണ്ണം കൊണ്ട് അവകാശപ്പെടാം, കുഴപ്പമില്ല. കാരണം വെച്ചാൽ അങ്ങനെ ഇപ്പം ഞാനിപ്പോൾ എൻ്റെ ഒരു പ്രോഗ്രാം ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ തന്നെ ടീമായിട്ടാണ് വന്ന് ചെയ്യാറുള്ള പരിപാടി. പിന്നെ ചില സാഹചര്യങ്ങളിൽ നമ്മുടെ മെമ്പേഴ്സിന് വരാൻ പറ്റാതെ ഒന്നിൽ കൂടുതൽ പ്രോഗ്രാമുകൾ ബുക്കിംഗ് വരുമ്പോൾ നമ്മൾ ചില സ്ഥലങ്ങളിൽ ഡിസ്ട്രിക്റ്റിൽ പോകുമ്പോൾ അവിടെ നിന്ന് അതിൽ ഫ്രണ്ട്സുകളുണ്ടാവും. നമുക്ക് നമ്മുടെ ടീമിൽ ചേരാനായി താല്പര്യപ്പെടുന്ന ആൾക്കാരുണ്ട്, പല ഡിസ്ട്രിക്റ്റിന് മെസ്സേജ് അയക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ അവർക്ക് പ്രയോറിറ്റി കൊടുക്കാറുണ്ട് നമ്മൾ അവരെ നാട്ടിൽ വരുമ്പോൾ. അങ്ങനെ വിളിക്കുന്നതല്ല, ബേസിക്കലി ഏറ്റവും കൂടുതൽ നമ്മൾ നമ്മുടെ ടീമായിട്ട് തന്നെയാണ് വന്ന് ചെയ്യുന്നത്. നമ്മുടെ ടീമിന്റെ പേരെന്താ? നമ്മുടെ ടീമിന്റെ പേര് ഷീൽഡ് ബൗൺസേഴ്സ് ട്രിവാൻഡ്രം ആണ് ആസ്ഥാനമെങ്കിലും കേരളത്തിലെ എല്ലായിടത്തും കേരളത്തിന് പുറത്തൊക്കെ പ്രവർത്തനം. സർവീസ് ഓൾ കേരള നമ്മൾ ചെയ്യുന്നുണ്ട്. നമുക്ക് എൻക്വയറി വരുന്നതനുസരിച്ചിട്ട് നമുക്ക് നമ്മളിപ്പോൾ നമ്മുടെ കൊച്ചി വിട്ടിട്ട് അല്ലെങ്കിൽ ട്രിവാൻഡ്രം വിട്ട് നമുക്ക് കാസർഗോഡ് വേണമെങ്കിലും നമ്മൾ ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ ബാംഗ്ലൂർ ചെന്നൈ എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്ക് പോയി വരുന്ന ട്രാവല് നമ്മുടെ അക്കോമഡേഷൻ എല്ലാം കൂടെ കിട്ടുകയാണെങ്കിൽ നമ്മളത് ചെയ്യുന്നുണ്ട്. ഇത് എപ്പോഴും നിങ്ങൾ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് കട്ട മസിലുണ്ട്, അതിൻ്റെ ഒപ്പം നിങ്ങൾ ഇടുന്ന ഡ്രസ്സ് എപ്പോഴും ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് ആയിരിക്കും. എന്ത് എപ്പോഴും ഈ ബ്ലാക്ക് ഇടുന്നതിൻ്റെ രഹസ്യം എന്താ? അല്ല, ഞാനിത് തുടങ്ങിയ സമയത്ത് എല്ലാവരും ബൗൺസേഴ്സ് ബ്ലാക്ക് ഇടണം, സെക്യൂരിറ്റി ഗാർഡ് ബ്ലാക്ക് എന്നൊരു കോൺസെപ്റ്റ് കേട്ട വേഷമാണ് ഞാനത് ബ്ലാക്ക് തുടങ്ങുന്നത്. പിന്നെ ഞാനത് സെർച്ച് ചെയ്ത എല്ലാ മേഖലയിലും നോക്കിയപ്പോഴും ഇത് ബ്ലാക്ക് തന്നെയാണ് അവർ ചൂസ് ചെയ്തിട്ടുള്ളതും. അപ്പം നമ്മൾ എന്തുകൊണ്ട് നമ്മളായിട്ടൊരു ആ രീതി തെറ്റിക്കേണ്ട രീതിയിൽ നമ്മളും ബ്ലാക്ക് ഇത് ബ്ലാക്ക് ഇട്ട് മസിൽ കാണിച്ചാലേ ബൗൺസേഴ്സ് ആവും എന്നുള്ളൊരു തോന്നലുണ്ട്. അങ്ങനെയില്ല, ഏത് കോസ്റ്റ്യൂം വേണമെങ്കിലും നമുക്ക് ചെയ്യാം. പക്ഷെ നമ്മളൊരു യൂണിഫോം ഒരു കോർഡിനേഷൻ പ്രോപ്പറിലാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ പോലീസുകാരന് കാക്കി എന്നൊരു സ്ട്രിക്റ്റ് ആയിട്ടുള്ളത് പോലെ, അല്ല മിലിറ്ററിക്ക് അങ്ങനത്തെ ഒരു കോസ്റ്റ്യൂം ഉള്ളതുപോലെ നമ്മുടെ ഒരു ബൗൺസ് ഇങ്ങനെ കാറ്റഗറി ആക്കിയത് ബ്ലാക്ക് ആക്കി എന്നുള്ള സാധനം. ഈ എപ്പോഴും നിങ്ങൾ നിൽക്കുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾ വന്ന് കയറാൻ നോക്കി കഴിഞ്ഞാൽ 2 കിട്ടും എന്നൊരു തോന്നലും പേടിയും വരും ആളുകൾക്ക് അല്ലേ? ശരിക്കും ഈ വന്നു കഴിഞ്ഞിട്ട് ഇപ്പോൾ നിങ്ങൾ വിളിക്കുന്ന ഈവൻറ്റ് കോർഡിനേറ്റേഴ്സ് ആണെന്നുണ്ടെങ്കിലും പറയാറുണ്ടോ 2 പൊട്ടിക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട് എപ്പോഴെങ്കിലും, അല്ലെങ്കിൽ ആ തല്ലിലേക്ക് എത്തിയിട്ടുണ്ട് എപ്പോഴെങ്കിലും? പൊട്ടിക്കേണ്ട അവസ്ഥ വലിയ വലിയ ഗസ്റ്റുകൾ വരുമ്പോൾ അവർക്ക് കൂടുതൽ ചില ആൾക്കാർ, കാരണം വലിയൊരു വിനുവിലായിരിക്കും നമ്മൾ പരിപാടി കണ്ടന്റ് ചെയ്യുന്നത്. ഇപ്പം വലിയ മോളോ അല്ലെങ്കിൽ വലിയൊരു ഗ്രൗണ്ടൊക്കെ ആയിരിക്കും, അവിടെ എല്ലാ കാറ്റഗറി ആൾക്കാർ വരാറുണ്ട്. മദ്യപിച്ചിട്ടുള്ള ആൾക്കാർ വരാറുണ്ട്,
ഡീസൻ്റ് ആയിട്ട് ഫാമിലീസ് വരാറുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാ ആൾക്കാരെയും നമുക്ക് ഒരുപോലെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല. മദ്യവെച്ച് വരുന്നത് നമ്മൾ ആ മദ്യച്ച രീതിയിലാണ് നമ്മൾ വെച്ച് പെരുമാറേണ്ടി വരും. ചിലപ്പോൾ ചൂടായിട്ട് പെരുമാറേണ്ടി വരും. ഓക്കെ. അപ്പം നോർമലി നമ്മൾ നോർമലി പെരുമാറേണ്ടി വരും. അപ്പോൾ ഈ പ്രശ്നമുണ്ടാക്കുന്ന ആൾക്കാർ നമ്മൾ ചെറുതായിട്ട് ചൂടാവേണ്ട അടുത്ത് ചൂടാവുക തന്നെ ചെയ്യും. അവർ നമ്മൾ മാറ്റി നിർത്തേണ്ടതിൽ മാറ്റി നിർത്തും. ഓക്കെ. ഇത് പലപ്പോഴും അവരൊക്കെ ഇപ്പോൾ അവരെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. ഇപ്പോൾ അവരൊരു നോക്ക് കാണാൻ താരാരാധനയോടെ വരുന്നവരുണ്ടായിരിക്കും, കാണണമെന്ന് ആഗ്രഹമുള്ളവരുണ്ടായിരിക്കും. കുറേ നാൾ ഇതൊരു അവസരമുള്ളൂ. അപ്പോൾ എത്രയൊക്കെ നിയന്ത്രിച്ചാലും ഇത് കവർ ചെയ്യണമെന്ന് നമുക്ക് അവർ വിചാരം ഉണ്ടാവുക. അപ്പം നമ്മളാണെന്നുണ്ടെങ്കിൽ ഇവരുടെ ആഗ്രഹം തള്ളിക്കെടുത്തുന്നതല്ല, പക്ഷെ നമുക്ക് വേറെ നിവൃത്തിയില്ല. നമുക്ക് കിട്ടിയ നിർദ്ദേശം അങ്ങനെയാണെന്നുള്ള വരും. ഈ സ്റ്റേജ് എങ്ങനെ ഹാൻഡിൽ ചെയ്യുക അപ്പോൾ ഈ അവസ്ഥ? അത് നമ്മൾ ഫസ്റ്റ് നമ്മളൊരു പ്രോഗ്രാം വരുമ്പോൾ നമ്മൾ ആ വെന്യൂ എന്താണ് നമ്മൾ ആദ്യം നമ്മൾ നോക്കും. ആ നാട്ടുകാർ എങ്ങനെ ആയിരിക്കും, അല്ലെങ്കിൽ ആ സിറ്റുവേഷൻ എങ്ങനെ നമ്മൾ ഫസ്റ്റ് നമ്മൾ അവിടെ നമ്മൾ ചോദിക്കാറുണ്ട്. ബ്രീഫിംഗ് നമുക്ക് ചോദിക്കാറുണ്ട്. ആ ക്ലയൻറ്റ് ഇവൻ്റ് എടുക്കുന്ന ആൾ ഒന്നേ ഏതൊരു പ്രോഗ്രാം സ്ഥലത്തും ആ ഈ ലൊക്കാലിറ്റിയുള്ള ആളിനേക്ക് ഇവൻ്റ് എടുക്കുന്നത്. ഓക്കെ. അപ്പോൾ അവർക്ക് അറിയാൻ പറ്റും എന്താണ് അവിടുത്തെ സിറ്റുവേഷൻ എന്താണ് അറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് ചോദിക്കും ക്രൗഡ് ഇവിടെ കൂടുന്ന സ്ഥലമാണോ, അല്ലെങ്കിൽ ഇവിടുന്ന് എങ്ങനെയാണ് സിറ്റുവേഷൻ ചോദിച്ചിട്ട് അത് നമ്മുടെ പ്രോഗ്രാമിൻ്റെ ഒരു ചാർട്ട് കൂടെ നമ്മൾ പ്ലാൻ ചെയ്തിട്ട് അതനുസരിച്ചാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ അതിനനുസരിച്ച് സ്ട്രെങ്ത് എങ്ങനെയാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്, നമ്മൾ പോകുന്ന സ്ട്രെങ്തിനെ നമ്മൾ ആ സെലിബ്രിറ്റി എങ്ങനെ കൊണ്ടുവരണം എന്നുള്ള റൂൾസ് നോക്കി നമ്മളത് ചെയ്യാറുണ്ട്. അങ്ങനെ ഇത്രയും താരങ്ങളെ കൂടുന്നതിൽ ഏറ്റവും ജനങ്ങളെ നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടിയിട്ടുള്ള താരം ആരായിരുന്നു? അങ്ങനെ ഏറ്റവും ബുദ്ധിമുട്ടിയിട്ട് നല്ലൊരു ഓർമ്മയിൽ നിൽക്കുന്നൊരു നമ്മൾ നോക്കുകയാണെങ്കിൽ മമ്മൂക്ക, ഞാൻ വടകര ഒരു പരിപാടി ചെയ്തായിരുന്നു. അതിന് നമ്മളൊരു 28 പേര് പോയി. പക്ഷേ വടകര കണ്ടതിൽ ഏറ്റവും വലിയൊരു ഇവന്റ് ആയിരുന്നു മമ്മൂക്ക വന്ന പരിപാടി. പക്ഷെ അത് നമുക്ക് ബുദ്ധിമുട്ടായി തോന്നിയില്ല. നമ്മൾ നോർമലി ചെയ്യുന്നത് പോലെ ഞങ്ങൾ, കാരണം നമ്മളൊരു ടീം വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ കോർഡിനേഷൻ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ എത്ര വലിയ ഇവന്റും നമുക്ക് സുഖമായിട്ട് ചെയ്യാൻ പറ്റും. ഉണ്ട്. പക്ഷേ കണ്ട ഏറ്റവും വലിയ ക്രൗഡ് അന്ന് നമുക്ക് വന്നപ്പോഴായിരുന്നു. തീർച്ചയായിട്ടും ആണ് വടകരയിൽ. ഈ പലപ്പോഴും എന്നുള്ള രീതിയിലേക്ക് ഇപ്പം നമ്മൾ നിയന്ത്രിക്കേണ്ടവരാണ്. പക്ഷെ ഇതിനൊപ്പം തന്നെ ഈ വരുന്ന സ്റ്റാർസിന് നമുക്കും ഈ ആളുകൾ പോലെ ഒരു ആഗ്രഹം ഉണ്ടാവും ഈ അടുത്ത് കാണുന്ന കാര്യം. നമ്മൾ അടുത്താണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ ഉള്ളിൽ ഈ താരാരാധന ശരിക്കും പുറത്തോട്ട് കാണിക്കാനും പറ്റില്ല. നമ്മൾ ഈ ഗൗരവം പിടിച്ച് നിൽക്കണം എന്നുള്ളതാണ്. ഗൗരവമല്ല, നമുക്ക് ആ ഡ്യൂട്ടി പ്രോപ്പറായിട്ട് ചെയ്യാം. എന്തെങ്കിലും പാളിച്ച പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നല്ലേ അത് ബാധിക്കുകയാണ്. നമ്മൾ ആ ഡ്യൂട്ടിയിലൂടെ കൂടുതൽ കോൺസെൻട്രേറ്റ് നമുക്ക് നമ്മൾ ആരാധനയുള്ള ആർട്ടിസ്റ്റാണ് ഫ്രണ്ടിൽ നിൽക്കുന്ന നോക്കാതെ നമ്മൾ ആർട്ടിസ്റ്റിനെ പ്രൊട്ടക്ട് ചെയ്യാതെ നമ്മൾ ചെയ്യുന്ന ഡ്യൂട്ടി നമുക്ക് പ്രോപ്പർലി ചെയ്യാനായിട്ട്. അങ്ങനെ പിടിച്ച് നിന്നിട്ടും കയ്യിൽ നിന്ന് പോയിട്ടുള്ളത് ആരിൽ നിന്നപ്പോഴായിരുന്നു? ആരുടെ പ്രസൻസിലായിരുന്നു? ഏത് താരം വന്നപ്പോഴായിരുന്നു? അങ്ങനെ കയ്യിൽ കാണുമ്പോൾ കൂടുതൽ ആർട്ടിസ്റ്റിനോട് കൂടുതൽ ഇന്റിമസി തോന്നിട്ടുള്ള ലാലേട്ടനുണ്ട്, സേതുപതി, വിജയ് ഉണ്ട്. പിന്നെ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ടൈം സൂര്യ മീറ്റ് ചെയ്ത സമയത്ത് അങ്ങനെ ഉണ്ടായിരുന്നു. മമ്മൂക്ക, അങ്ങനെ നമ്മുടെ മുമ്പിൽ എപ്പോഴും കണ്ടുപോകുന്ന സിനിമയിൽ കണ്ടുപോകുന്ന ആൾക്കാർ തന്നെയാണ് വരുമ്പോൾ ഉണ്ടാവും. ഈ ശരിക്കും ഇന്നൊരു പ്രോഗ്രാമിന് വരുന്ന സമയത്ത് ഇന്ന ആളുടെ പ്രോഗ്രാമാണ്, ഇന്ന സ്റ്റാറിൻ്റെ പ്രോഗ്രാമാണെന്ന് പറയുമ്പോൾ കുറച്ചൊരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവും. അങ്ങനെ പോയിട്ട് പറ്റിലും പോയിട്ട് അറ്റൻഡ് ചെയ്ത പരിപാടി ഉണ്ടായിട്ടുണ്ടോ ശരിക്കും? അത് സേതുപതിയുടെ പരിപാടി. അതായത് ഞാൻ പുള്ളിക്കാരൻ ഈ പരിപാടികൾക്ക് ഇറങ്ങി, ഞാൻ ഫസ്റ്റ് ചെന്നൈയിലെ ഒരു പരിപാടി ഫസ്റ്റ് സേതുപതി ഫസ്റ്റ് ചെയ്യുന്ന പരിപാടി ചെന്നൈ ആയിരുന്നു. അപ്പം അന്ന് നമ്മുടെ കൂടെയുള്ള സ്റ്റാഫിൽ പറഞ്ഞു, നമുക്ക് എന്നാണ് കാണാൻ പറ്റുക എന്നുള്ളത് എൻ്റെ ചോദിച്ചായിരുന്നു. നമ്മൾ ഉടനെ കാണാൻ പറ്റും, നമ്മുടെ നിമിത്തം ഉടനെ ഉണ്ടെങ്കിൽ ഉടനെ കാണാൻ പറ്റും എന്ന് പറഞ്ഞു. അതിൻ്റെ സെക്കൻഡ് വീക്ക് നമുക്ക് തന്നെ പരിപാടി കിട്ടി. മതിൽ വരുന്നൊരു പരിപാടി കിട്ടിയായിരുന്നു. സോ അപ്പോൾ നമ്മൾ വളരെ ഹാപ്പി ആയിരുന്നു. കാരണം നമ്മൾ പറഞ്ഞ് 2 ദിവസം കഴിയുമ്പോഴേക്കും നമ്മുടെ മുമ്പിൽ ആ വർക്ക് എത്തുക എന്നുള്ളത് പറയുമ്പോൾ വളരെ സന്തോഷമായിരുന്നു. അത് അങ്ങനെ ഉണ്ടായിരുന്നൊരു മൊമെന്റ് ശരിക്കും വിജയ് സേതുപതിയായിരുന്നു. ഈ പലപ്പോഴും ഇടയ്ക്കൊക്കെ ഇപ്പോൾ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ നമ്മൾ ബൗൺസേഴ്സും അല്ലെ നമ്മൾ നിൽക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് സ്റ്റാർസ് ആവണ പരിപാടി കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് വിജയ്യുടെ വീഡിയോകളിൽ എപ്പോഴും ഫ്രണ്ടിൽ അല്ലെ കാണാൻ പറ്റും, ബൗൺസർ എന്നുള്ള രീതിയിലേക്ക് കാണാൻ പറ്റും. അതുപോലെ നമുക്ക് ഇവിടെ വരുമ്പോൾ തന്നെ DQൻ്റെ ഒപ്പം കാണാറുണ്ട്. അപ്പോൾ ശരിക്കും ഇത്തരം വരുന്ന സന്ദർഭങ്ങൾ എപ്പോഴും വിജയ് മൊമെന്റ് ഉണ്ടായിട്ടുണ്ടോ? ഞാൻ വിജയ് ചെയ്തിട്ടുണ്ട്. വിജയുടെ ഗോട്ടിൻ്റെ ഷൂട്ടിനോടെ ഞാൻ ഉണ്ടായിരുന്നുണ്ട്. ഒരു ദിവസത്തേക്ക് പുള്ളിയോട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഉണ്ട്. അങ്ങനെ കണ്ടിട്ടുള്ള ശരിക്കും എന്തൊരു ഫീൽ എന്താ ശരിക്കും? ഞാൻ ആക്ച്വലി നമ്മൾ ഒരു ഫാൻസ് ആർട്ടിസ്റ്റിനെ ഞാൻ ഫാൻസ് ആയിട്ട് ഇതുവരെ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. ഞാൻ എല്ലാ ആർട്ടിസ്റ്റിനെയും ഒരുപോലെ ഞാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്. അപ്പോൾ ഇന്ന ഗസ്റ്റ് ഞാൻ കൂടുതൽ ചെയ്യുമ്പോൾ ബാക്കിയുള്ള ഗസ്റ്റിന് ഞാൻ കാണുമ്പോൾ എനിക്കൊരു നമ്മളെ ഇഷ്ടമോ ഗസ്റ്റ് അല്ലല്ലോ എന്ന് തോന്നും. എനിക്ക് എല്ലാ ഗസ്റ്റും ഒരുപോലെ ഞാൻ കാണുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും എനിക്ക് ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലാവരും ഒരുപോലെ ആയിട്ട് കാണുന്നതാണ്. ശരിക്കും ബൗൺസേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ശരിക്കും ഒരു ബോഡി ഗാർഡ് അല്ലെ ആയിട്ട് നമ്മൾ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്ന് ദിലീപേൻ്റെ ബോഡി ഗാർഡ് പടം, പിന്നെ ഇപ്പോൾ ഈ അടുത്ത് പെപ്പയുടെ ഇറങ്ങിയ ദാവീദ് സിനിമയാണ്. കുറേ കൂടി നിങ്ങൾക്ക് റിലേറ്റബിൾ ഏതാണ് ശരിക്കും?
ബോഡി ഗാർഡ് ദിലീപേണ്ട ഫിലിമായിരിക്കും തോന്നുന്നു കൂടുതൽ. ഓക്കെ, കാരണം വാഷ്റൂമിൽ പോകുമ്പോൾ പോലും പുള്ളി കൂടെ പോയി നിൽക്കുന്ന ഒരു ആ സീക്വൻസ് ഒക്കെ നമുക്ക് കൂടുതലില്ല. കാരണം നമ്മളൊരു ഗസ്റ്റിനെ കൊണ്ടുപോകുമ്പോൾ അവർ സപ്പോസ് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ഈ ഔട്ട് സൈഡിൽ ഇറങ്ങുമ്പോൾ ക്രൗഡുകൾ എങ്ങനെ ബിഹേവ് ചെയ്യുന്ന അറിയാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ഈ വാഷ്റൂമിൽ കൊണ്ടുപോകുമ്പോൾ അതുവരെ നമ്മളും ടേക്ക് കെയർ കൊണ്ടുപോകണം. അപ്പോൾ കൂടുതൽ നമുക്കത് അതിൽ ദിലീപേട്ടൻ്റെ ഒരു ക്യാരക്ടറിൽ കിട്ടുന്നൊരു സംഭവമുണ്ട്. അതായത് അവഗണനകൾ കിട്ടുന്നുണ്ട്, അവിടേക്ക് വരേണ്ടതില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ അപ്പുറത്തേക്ക് ദിലീപേട്ടൻ പറയുന്നത് എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്, അല്ലെ, അതായത് ബോഡി ഗാർഡിലെ ക്യാരക്ടർ. അപ്പം ഞാൻ വരേണ്ടതുണ്ട്, എവിടെയാലും വരേണ്ടതുണ്ട്. അപ്പം ഇത്രത്തോളം സിറ്റുവേഷനിൽ ഇൻസൾട്ട് ചെയ്തിട്ട് മാറ്റി ഉത്തരവാദിത്തമാണ് വലുത് എന്ന് ചിന്തിച്ചിട്ട് നിന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഒത്തിരി ഉണ്ടായിട്ടുണ്ട്. കാരണം പല പറയുമ്പോൾ നിങ്ങൾ പോകേണ്ട ആവശ്യമില്ല, അത് പൊയ്ക്കോളും, കുഴപ്പമില്ല എന്ന് പറയും. പക്ഷേ നമ്മളെ വർക്ക് വിളിക്കുന്നത് തന്നെ ആ ഗസ്റ്റിനെ ടേക്ക് കെയർ കറക്റ്റ് കൊണ്ടുപോകുന്നതായിരിക്കും. പക്ഷെ നമുക്ക് ആ ജോലി തിരിച്ച് പൂർണ്ണമായിട്ട് ഗസ്റ്റ് വന്ന് ഇറങ്ങുന്നത് പോലെ തന്നെ തിരിച്ച് വണ്ടി കയറ്റി വിടുന്നവരെ നമ്മളത് ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മളത് പൂർണ്ണമായിട്ട് അതിന് വേണ്ടിയിട്ട് നിൽക്കും. ഒരു ഗസ്റ്റ് ഇപ്പോൾ സപ്പോസ് വേണ്ട, ഞാൻ കുഴപ്പമില്ല പൊയ്ക്കോളാം എന്ന് പറഞ്ഞാൽ പോലും നമ്മൾ വണ്ടി കയറ്റി വിടുന്നവരെ നമ്മൾ കൂടെ ഉണ്ടാവും. ഉണ്ട്. ഈ അടുത്ത് നേരത്തെ പറഞ്ഞ പോലെ ഇറങ്ങിയ ഒരു പടം ദാവീദായിരുന്നു. അതെ, അതിൽ കുറച്ച് പെപ്പെ ഷൈൻ ചെയ്യുന്ന പരിപാടി. അതുപോലെ അടി പൊട്ടിയിട്ടുണ്ടോ ആ സിനിമയിലെ പോലെ സീൻ എപ്പോഴെങ്കിലും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? അടി പൊട്ടിക്കേണ്ട അവസ്ഥ വന്നിട്ടില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, പല സ്ഥലങ്ങളിൽ വരുമ്പോൾ ഈ പ്രശ്നക്കാരുണ്ടാക്കാൻ വേണ്ടി വരുന്ന ആൾക്കാരുണ്ട്, മദ്യപിച്ചിട്ട് വരുന്ന ആൾക്കാരുണ്ട്. അവരെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഈ പിടിച്ചു മാറ്റുക അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യേണ്ടി വരുന്ന സാഹചര്യം വരുന്നുള്ളത്. അങ്ങനെ സ്ഥലങ്ങളിൽ നമ്മൾ അടിക്ക് കൊടുക്കേണ്ട അവസ്ഥ വന്നിട്ടില്ല, പിടിച്ച് മാറ്റി മാക്സിമം മാറ്റാറുണ്ട്. പിന്നെ വലിയ മാളുകൾ ഫസ്റ്റ് വിക്രം സാർ വന്ന സമയത്ത് ട്രിവാൻഡ്രത്ത് മാൾ ഓഫ് ട്രാവൻകൂറിൽ വിക്രം സാർ വന്നായിരുന്നു. അന്ന് നമ്മൾ ബാരിക്കേഡ് ഫുള്ള് സെക്യൂറായി നിൽക്കുക. പക്ഷേ പുള്ളിക്കാരൻ വന്നപ്പോൾ ഒരു പുള്ളിക്കാരൻ മദ്യപിച്ചിട്ട് ബാരിക്കേഡ് ചാടി വന്നു. പക്ഷെ നമുക്ക് ആ സമയത്ത് നമുക്ക് പുള്ളീനെ സാറിനെ ഒന്നും പറ്റാതെ പിടിച്ച് മാറ്റേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അത് ചാടി അതേപോലെ തന്നെ തിരിച്ച് ചാടിക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയൊക്കെ കിടക്കാറുണ്ട്. ഉണ്ട്. ഈ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഈ ഹൈറ്റ് നോക്കുന്ന സംഭവം ഒന്ന് മോഡലിങ്ങിലും ഒന്ന് ഈ ബൗൺസേഴ്സിൻ്റെ രീതിയിലായിരിക്കും. ഇപ്പോൾ പുതിയൊരാൾ നിങ്ങളുടെ ടീമിനെ സമീപിക്കുകയാണ്, എനിക്കിത് വരാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇത്തരം കണ്ടീഷൻസ് പറയുമോ? എന്തൊക്കെ വേണമെന്നാണ് പറയാറ്? കണ്ടീഷൻ നമ്മൾ പറയുന്നത് ഫസ്റ്റ് നമ്മൾ ചോദിക്കും, അവരുടെ ഫോട്ടോ ചോദിക്കും. കാരണം അവരുടെ നമ്മുടെ എന്താണ് ബോഡി ലാംഗ്വേജ് നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം സൈസുള്ള വ്യക്തിയാണോ അല്ലെങ്കിൽ അത് അങ്ങനത്തെ അവരുടെ ബോഡി ലാംഗ്വേജ് നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ നമ്മുടെ അവിടെ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ചോദിക്കും. നമ്മുടെ പറയുന്ന എല്ലാ പ്രോട്ടോക്കോളും പുള്ളിക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത് ചോദിക്കുന്നത് ലാസ്റ്റ് ചോദിക്കുന്നത് സർട്ടിഫിക്കറ്റ് ആണ്, പോലീസ് ക്ലിയർ സർട്ടിഫിക്കറ്റ്. മിനിമം ഇത്ര ഹൈറ്റ് വേണമെന്നുണ്ടോ? മിനിമം 5.5 എങ്കിലും മിനിമം വേണം. 5.5. ഓക്കെ, 5.5 മിനിമം ബേസ് ഹൈറ്റ് ആണ്. അത് നമ്മളൊരു സ്ഥലത്ത് ഇനോഗ്രേഷൻ ബേസ് വയ്ക്കാൻ നോക്കിയാൽ ഒരു ബാരിക്കേഡ് ഹൈറ്റ് 5 അടിയാണ്. ഓക്കെ, സോ നമ്മൾ ബാരിക്കേഡിന് എപ്പോഴും നമ്മൾ മുകളിൽ നിൽക്കുക എന്നുള്ളതാണ്. ഉണ്ടെങ്കിൽ നമുക്ക് ആ ക്രൗഡ് ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ ശരിക്കും പേടിപ്പെടുത്തണമെങ്കിൽ പൊതുവെ ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു ഹൈറ്റ് ശരിക്കും ഒരു 5'8", 5'9", 5'10 ഉള്ളിലായിരിക്കും അല്ലേ? അപ്പോൾ ശരിക്കും ഇവരെ പേടിപ്പെടുത്തണമെങ്കിൽ ഇതിനേക്കാൾ മേലെ ഹൈറ്റ് വേണം, സൈസ് വേണം എന്നങ്ങനെ ഹൈറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ അഡ്വഞ്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ക്രൗഡ് എങ്ങനെയാണ് നമ്മുടെ അവിടെ നിൽക്കുന്നത് അല്ലെങ്കിൽ പെരുമാറുന്നത് നമുക്ക് അറിയാൻ പറ്റും. നമുക്കൊരു ക്രൗഡായിട്ട് നമുക്ക് സംസാരിച്ച് നിൽക്കാനായിട്ട് എളുപ്പമായി, കുറച്ച് സ്ട്രെങ്ത് കൂടുതലാകും. ഹൈറ്റ് നമുക്ക് അറിയാം, നമ്മുടെ കാട്ടി ഹൈറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ അപ്പുറത്ത് എന്ത് നടക്കുന്നുള്ള കാര്യം നമുക്ക് കാണാനും കൂടെ എളുപ്പമായിരിക്കും. ഹൈറ്റ് അഡ്വഞ്ചർ തന്നെയാണ് എപ്പോഴും. ഉണ്ട്. നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഹൈറ്റ് ഉള്ള ആളാരാ? ഹൈറ്റുള്ള ഒരു 3-4 പേരുണ്ട്. എത്ര പേര് ഹൈറ്റ്? ഏറ്റവും ഹൈറ്റ് ഉള്ള 6.7 ഉണ്ട്. 6.7 ഉണ്ട്. അതുണ്ട്. ഓക്കെ. പുള്ളി ഇപ്പം ദുബായിലാണ്, ടീമിലായിരുന്നു. ഇപ്പോൾ ഒരു കൊറോണയ്ക്ക് ശേഷം ജോലിയുടെ എല്ലാവരും ബുദ്ധിമുട്ട് കാരണം ഒരു വേക്കൻസി കിട്ടി, പുള്ളി ദുബായിലൊരു വേക്കൻസി കിട്ടി. മേഖലയിലോട്ട് ജിമ്മിൽ ട്രെയിനറായിട്ട് തന്നെയാണ്. ഓക്കെ. അവിടെ പോയപ്പോൾ അവിടെ ദുബായിലാണ്. നാട്ടിൽ വരുന്ന സമയത്ത് വീണ്ടും നമ്മുടെ ടീമിൽ ജോയിൻ ചെയ്യും. ഉണ്ട്. ഏറ്റവും കൂടുതൽ വെയിറ്റ് ഉള്ളത് എത്ര ശരിക്കും നിങ്ങളുടെ കൂട്ടത്തിൽ? വെയിറ്റ് എല്ലാം ഏറ്റവും വെയിറ്റ് 150 കിലോ 150 കിലോ ഉള്ള ആളൊക്കെ ഉണ്ട്. ഞാൻ ഒരു 2022 സമയത്തൊക്കെ 150 കിലോ ഉണ്ടായിരുന്നു. 150 ഉണ്ടായിരുന്നു. എത്ര ഹൈറ്റ്? 6.1 ഉണ്ട്. 6.1ഉം 150 കിലോ ഉണ്ടായിരുന്നു. അപ്പൊ ശരിക്കും എങ്ങനെ ഒരു ദിവസത്തെ ഫുഡ് ക്രമീകരണങ്ങളൊക്കെ എങ്ങനെ? ഡയറ്റ് എന്താണ് ഡയറ്റ്? ഫുഡ് ഡയറ്റ് അല്ല, സൈസ് ഗെയിനിങ് നമുക്ക് ഡയറ്റ് അല്ല, എന്ത് കിട്ടിയാലും കഴിക്കുന്നുള്ളൊരു ഉണ്ട്. ഈ സൈസ് ശരിക്കും വെയിറ്റ് ഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് നമുക്ക് എന്ത് കിട്ടിയാലും, കാരണം ഈ ഒരു സൈസ് എന്ത് കിട്ടിയാൽ കഴിച്ചു പോകും. ഒരു ദിവസം എത്ര മുട്ട കഴിക്കും? 30 മുട്ടയൊക്കെ. 30 മുട്ട ഇവിടെ ഒരു മാസത്തിൽ എത്ര കഴിക്കുന്നുണ്ടാവുള്ളൂ? നമ്മെ സംബന്ധിച്ചുള്ള നമ്മുടെ ബോഡി വെയിറ്റ് നമ്മുടെ ലാംഗ്വേജിന് 30 മുട്ട നമുക്ക് സാധാരണ ഒരു ആണ്. പിന്നെ എന്താ ഏറ്റവും കൂടുതൽ? പഴം, നേന്ത്രപ്പഴം, എന്താ ശരിക്കും ഏറ്റവും കൂടുതൽ ഉൾപ്പെടുത്തുക? ചിക്കൻ. അങ്ങനെ സൈസ് ഗെയിൻ അങ്ങനെയല്ല, എന്ത് ഫുഡ് വേണം കഴിക്കും. നമ്മുടെ ഡയറ്റിലോട്ട് വരുമ്പോൾ മാത്രമാണ് നമ്മൾ പ്രോപ്പർലി. ഒരു ദിവസം എത്ര കിലോ ചോദിക്കുന്നത് ശരിയാണെന്ന് അറിയില്ല, എത്ര ഗ്രാം ചിക്കൻ കഴിക്കും?
നമ്മുടെ ഡിപ്പെൻസ് ആണ്, നമ്മുടെ സാമ്പത്തിക ഡിപ്പെൻസ് ആണ് നമ്മൾ ചെയ്യുന്നത്. ആ ചോദ്യത്തിലേക്ക് വരാനാണ് ഞാനിത് ചോദിച്ചത്. അതായത് നമുക്ക് ഇത്ര വന്നു, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഇത്രയും ഫുഡ് ഇത് ആവശ്യമാണ്, നമ്മുടെ ഭക്ഷണം വിശപ്പ് അകറ്റുന്നതിന് അപ്പുറത്തേക്കായിട്ട് നമ്മൾ ഈ ബോഡിയെ നിലനിർത്തേണ്ടതുണ്ട്, വെയിറ്റ് ഗെയിൻ ചെയ്യേണ്ടതുണ്ട് എന്നുള്ളത്. നമുക്ക് ഇത്രയും ഭക്ഷണത്തിൻ്റെ ക്വാണ്ടിറ്റി കൂടിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇതെങ്ങനെ ഇത് ബാലൻസ് ചെയ്യുന്നത് ഇപ്പോൾ ശരിക്കും? ഒരു ദിവസം നമുക്ക് മിനിമം നമ്മൾ പ്രോപ്പർലി നമ്മളൊരു ബോഡി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ ഒരു ദിവസം 700 രൂപയെങ്കിലും ഏറ്റവും കുറഞ്ഞത് വേണം. ഭക്ഷണം കഴിക്കാൻ മുട്ടയായിട്ടാണെങ്കിലും ചിക്കൻ, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് ആയിട്ട്, പിന്നെ റൈസ്. ഈ കണക്കാണെങ്കിൽ മുട്ടയ്ക്ക് മാത്രം 10-300 രൂപയായി അല്ലേ? അല്ല, നമ്മൾ ഹോൾസെയിൽ എടുക്കുമ്പോൾ ഇങ്ങനെ ഒരു 150 രൂപ ഏറ്റവും കുറഞ്ഞത് ഒരു മുട്ടയ്ക്ക് ഹോൾസെയിൽ എടുക്കുകയാണെങ്കിൽ പോലും നമ്മൾ തന്നെ കുക്ക് ചെയ്ത് ചെയ്യാന്നുള്ളത്. ഇത് മുട്ടയ്ക്ക് 10 രൂപയാണല്ലോ പുഴുങ്ങിയ മുട്ടയ്ക്ക്. അതാ ഞാൻ കണക്കിലാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ഹോൾസെയിൽ എടുക്കുമ്പോൾ 5 രൂപ 6 രൂപയ്ക്ക് അത് കിട്ടും. അപ്പോൾ ഏകദേശം ഒരു 700 രൂപ മിനിമം വേണം. ഈ നമ്മൾ പണ്ട് സിനിമയിൽ പറഞ്ഞ പോലെ പട്ടിണി കിടക്കാൻ വേണം 1000 രൂപ എന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയാണ് സത്യം പറഞ്ഞത്. ശരിക്കും വരുന്നത് വലിയ താരങ്ങൾക്കൊപ്പമാണ്, വലിയ താരനിശകളിലാണ് കാണാൻ പറ്റുന്നത്. അത്തരത്തിൽ അതനുസരിച്ചുള്ള വരുമാനം നിങ്ങൾക്കുണ്ടോ? ശരിക്കും വരുമാനം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ ഞാൻ ചെയ്യുന്നത് ഇപ്പം റേറ്റ് ഞാനിപ്പോൾ പബ്ലിഷ് ചെയ്യുന്നില്ല. ഓക്കെ, അതുകൊണ്ട് ഞാൻ അങ്ങനെ ചോദിക്കാം. കാരണം പബ്ലിഷ് ചെയ്യാൻ ഞാൻ പറയും, പണം പല സ്ഥലങ്ങളിൽ നമ്മൾ പല രീതിയിലാണ് പേയ്മെൻറ്റ് മേടിക്കാറുള്ളത്. കാരണം നമ്മുടെ കൂടെ വരുന്ന സ്റ്റാഫുകൾക്ക് കൊടുക്കേണ്ട മാനദണ്ഡങ്ങൾ, അതായത് നമ്മുടെ ഫുഡായിട്ടാണെങ്കിലും അല്ലാതെ ട്രാവലിംഗ് ആണെങ്കിലും നമ്മളെല്ലാം ആഡ് ചെയ്യാൻ വെച്ചിട്ടാണ് നമ്മളൊരു ചാർജ് ഈടാക്കുന്നത്. അപ്പോൾ അവർക്ക് കൊടുക്കേണ്ട മിനിമം ഒരു വേതനം ചാർജ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നുണ്ട്. അതിനപ്പുറം നമുക്ക് കൊടുക്കേണ്ട ഫുഡ്, നമ്മളിപ്പോൾ ട്രിവാൻഡ്രത്ത് നിന്ന് നമ്മൾ കാസർഗോഡ് വരണമെങ്കിൽ ഒരു 3 നേരം ഫുഡ് ഏറ്റവും കുറഞ്ഞ് നമുക്കത് കൊടുത്തേ പറ്റത്തുള്ളൂ. കാരണം നമ്മൾ വെളുപ്പിന് കയറണം കാസർഗോഡ് എത്തണമെങ്കിൽ. അപ്പോൾ നമ്മൾ ആ കയറുന്ന രാവിലത്തുള്ള ഫുഡ്, ഉച്ചക്കുള്ള ഫുഡ് നമ്മൾ കോർഡിനേറ്റ് ചെയ്യുന്ന ബൗൺസേഴ്സ് നമ്മുടെ ടീമിൽ വരുമ്പോൾ ഫുഡ് നമ്മൾ തന്നെ പ്രൊവൈഡ് ചെയ്യണം. നമ്മൾ ഓൾമോസ്റ്റ് നമ്മളൊരു വർക്ക് എടുക്കുമ്പോൾ നമ്മൾ ഫുള്ളായിട്ട് എടുക്കുന്നത്, നമ്മുടെ ഫുഡ് ട്രാവൽ ഉൾപ്പെടെ ചേർത്ത് നമ്മൾ എടുക്കുന്നത്. കാരണം നമ്മൾ ഇവിടെ വന്നിട്ട് ഫുഡ് തരുമെന്ന് പ്രതീക്ഷിച്ച് വന്നാൽ ഇവിടെ ഫുഡ് കിട്ടിയില്ലെങ്കിൽ നമ്മളത് പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ ഓൾറെഡി നമ്മളൊരു ജോലിക്ക് പ്രിപ്പയർ ആയിട്ടാണ് വരേണ്ടത്. അതുകൊണ്ട് നമ്മൾ ഓൾറെഡി ഫുഡെല്ലാം കൊടുത്ത് അതിനനുസരിച്ചുള്ള ചാർജ് ബില്ലിട്ടാണ് വരുന്നത്. ഈ പലപ്പോഴും നിങ്ങൾ കാണുമ്പോൾ ഇവിടെ വരുന്ന സമയത്ത് കേൾക്കുന്നൊരു കാര്യമാണ് ഗുണ്ടായിസം കാണിക്കുന്നു എന്നുള്ള സാധനം. പക്ഷേ നമ്മൾ ചെയ്യുന്ന ജോലിയാണ്, നിയന്ത്രിക്കേണ്ടതുണ്ട് ക്രൗഡിനൊക്കെ. പക്ഷേ അതിനപ്പുറത്തേക്ക് എപ്പോഴെങ്കിലും ഈ ശരിക്കും ഈ ഗുണ്ടായിസം കാണിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ അപ്രോച്ച് ചെയ്തവരുണ്ടോ? ശരിക്കും കൊട്ടേഷൻ വേണം, അല്ലെങ്കിൽ ഇന്ന കാര്യം ചെയ്യാൻ പറ്റുമോ, ഒരാൾ ഭീഷണിപ്പെടുത്തണം എന്നൊക്കെ പറഞ്ഞ് സമീപിക്കാറുണ്ടോ? എൻക്വയറികൾ വരാറുണ്ട്. കാരണം നമുക്ക് പേഴ്സണലായിട്ട് പുള്ളിക്കാരൻ്റെ കൂടെ പോകാൻ വേണ്ടി വരും. അവർ പറയുമ്പോൾ നമ്മൾ ബിസിനസ് ഗസ്റ്റ് വരുന്നുണ്ട്, പുള്ളിയുടെ കൂടെ പോകാനായിട്ടാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങനെ നമ്മൾ ചെയ്യാറില്ല. അങ്ങനെ നമ്മൾ ഒരു ഗസ്റ്റിൻ്റെ പോകുന്നെങ്കിൽ പോലും ഗസ്റ്റിൻ്റെ ഫുൾ ഡീറ്റെയിൽ നമ്മൾ എടുക്കാറുണ്ട്. ഗസ്റ്റ് ആരാണ്, ഗസ്റ്റ് എന്തിനു വരുന്നു, എന്താണ് പുള്ളിയുടെ പർപ്പസ് എന്നെല്ലാം ഫുൾ ഡീറ്റെയിൽ എടുത്ത ശേഷം മാത്രമേ നമ്മളത് ചെയ്യാറുള്ളൂ. കാരണം ഒത്തിരി ഇല്ലീഗൽ കാറ്റഗറി ചെയ്യുന്നതുകൊണ്ട്. കാരണം നമ്മളൊരു അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഇപ്പോൾ പലപ്പോഴും ഇല്ലീഗലായിട്ട് ചെയ്യുമ്പോൾ കാര്യ സമയത്ത് പല രീതിയിലേക്ക് അറ്റാക്ക് വന്നേക്കാം. ഇനിയിപ്പോൾ അതല്ലാതെ രീതിയിലേക്ക് ചിലപ്പോൾ പണമായിട്ട് പോകുന്നവരുണ്ടായിരിക്കാം, ഗോൾഡായിട്ട് പോകുന്നവരുണ്ടായിരിക്കാം. അപ്പോൾ അവർക്കൊരു പേടി ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു പൈലറ്റ് വാഹനം പോലെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സുരക്ഷയ്ക്ക് ഉറപ്പ് വരുത്താൻ വേണ്ടി ഒപ്പം വരണം, അങ്ങനെയൊക്കെ ആവശ്യപ്പെടാറുണ്ടോ? അതാ പറയാം, അങ്ങനത്തെ ഒരു ഇല്ലീഗൽ അതാണ്. ഇപ്പോൾ ജെന്യൂൻ ആയിട്ടുള്ള ഒരു വ്യക്തി ഒരിക്കലും നമ്മളെ പോലെ സെക്യൂരിറ്റിനെ അവർ പ്രിഫർ ചെയ്യത്തില്ല. അവർ ലീഗലായിട്ട് പോലീസിൻ്റെ അടുത്ത് പ്രൊട്ടക്ഷൻ എടുത്ത് പോലീസ് ഓർഡറിൽ പോലീസ് തന്നെ കൊണ്ടുപോകത്തുള്ളൂ. ലീഗലി ക്യാഷ് ആണെങ്കിലും സ്വർണ്ണമാണെങ്കിലും. ഈ ഇല്ലീഗൽ കാറ്റഗറി വരുന്ന ആൾക്കാരാണ് കൂടുതലും ഇങ്ങനെ ഒരു പ്രൊട്ടക്ഷൻ. അങ്ങനെ എപ്പോഴെങ്കിലും പോയിട്ട് പണി കിട്ടിയിട്ടുണ്ടോ? ഒത്തിരി എൻക്വയറികൾ വരുന്നുണ്ട്. ഇപ്പോൾ ഈ ഇടയ്ക്ക് ഒരു സംഭവം എനിക്ക് പറ്റി. അതായത് തമിഴ്നാട്ടിലായിരുന്നു ഗസ്റ്റ്. അപ്പോൾ ഒരു ബിസിനസ് ഡീലിംഗ് ആണ്. അപ്പോൾ ഒരു ഓൾറെഡി തലേദിവസം നമ്മൾ പറഞ്ഞു 2 പേര് വേണം, ഹോട്ടലിൽ വേണമെന്ന് പറഞ്ഞു. അതെനിക്ക് എൻക്വയറി ചെന്നൈയിൽ നിന്നൊരു ബൗൺസർ ടീമാണ് എന്നെ കണക്ട് ചെയ്തത്. വർക്ക് കൊണ്ട് നമ്മൾ അവരുടെ സ്ഥിരം ക്ലയൻ്റ് ആണ്. നിങ്ങൾ 2 പേര് ഇതേപോലെ വരണം, ഹോട്ടലിൽ വരണമെന്ന് പറഞ്ഞു. തലേദിവസം ഹോട്ടലിൽ ചെന്നു. നമ്മുടെ സ്വന്തം നാട് നമുക്കറിയാവുന്ന ഹോട്ടലിൽ ചെന്നു. ക്ലയൻറ്റ് നമ്മളെ കണ്ടു, അവിടെ സംസാരിച്ചു, നാളത്തെ പ്രോഗ്രാമിൻ്റെ സമയങ്ങൾ ഡിസൈഡ് ചെയ്തു. നമ്മൾ അന്നത്തെ ചാർജ് നമ്മൾ പറഞ്ഞു പേ ചെയ്തു. പിറ്റേ ദിവസം നമ്മൾ ഇത്ര മണിക്ക് ചെല്ലണമെന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ വണ്ടി എടുത്ത് നമ്മൾ തന്നെ ചെല്ലണം. അപ്പോൾ ഇവർ പേഴ്സണൽ ഡ്യൂട്ടി കൂടെ പോകണമെന്ന് വല്ല അവരില്ല, നമ്മൾ പേഴ്സണലായിട്ട് നമ്മൾ വണ്ടി എടുത്ത് പോകണം. അവർക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല. നമ്മൾ പറഞ്ഞ സ്ഥലത്ത് ചെന്നു. ഒരു ബീച്ചിലായിരുന്നു മീറ്റിംഗ് നടക്കും. അപ്പോഴും നമുക്ക് ഡൗട്ട് അടിച്ചു, ബീച്ചിൽ വെച്ച് മീറ്റിംഗ് പറഞ്ഞാൽ അത് കമ്പനിയുടെ തോന്നലുണ്ട്. അപ്പോൾ ഞാൻ നമ്മൾ വിളിച്ച് ചോദിച്ചു, ഇത് പ്രോപ്പർലി ലീഗലാണോ എന്ന് ചോദിച്ചു. അത് ലീഗലാണ്, നമ്മൾ സ്ഥിരം ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മളൊരു 6 പേര് 7 പേര് പോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇവരൊരു വർക്കിൻ്റെ കോൺട്രാക്റ്റ് കൈമാറുന്ന സംഭവമാണ്. കാരണം അവരുടെ വർക്ക് ചെയ്യേണ്ട ക്യാഷ് അവർ ഓർഡർ നേരത്തെ കൂട്ടിയ ചെക്ക് അവർ കളക്ട് ചെയ്തിട്ട് വണ്ടി വിട്ട് പോയിട്ടൊരു ഉടായ്പ പരിപാടി എന്ന് പറയാം. നമ്മൾ അറിഞ്ഞില്ല. നമ്മളവിടെ ചെന്ന ശേഷമാണ് അറിയുന്നത് ഇത് ഇങ്ങനത്തെ സംഭവമാണെന്നുള്ള കാര്യം. അപ്പോൾ നമ്മൾ പറഞ്ഞു അത് നടക്കത്തില്ല. കാരണം നമ്മൾ ജെന്യൂനായിട്ടുള്ള ഞാൻ ആദ്യമേ ചോദിച്ചു, നമ്മൾ ജെന്യൂനായിട്ടുള്ള പരിപാടിയാണെങ്കിൽ മാത്രമേ മീറ്റ് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പരിപാടി എടുക്കുന്നത്.
അപ്പോൾ പുള്ളി ഈ സംഭവം നമ്മൾ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ തിരിച്ചു വന്നു. പക്ഷേ നമ്മൾ ഫണ്ട് അവർ മേടിച്ചു, കാരണം നമ്മുടെ ട്രാവലിംഗ് എക്സ്പെൻസ് നമ്മുടെ മേടിച്ചിട്ടാണ് നമ്മൾ ഇറങ്ങിയത്. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ സുരക്ഷയ്ക്ക് വേണ്ടി അവസാനം നമുക്ക് തന്നെ പണി കിട്ടുന്ന അവസ്ഥ വരികയാണ്. കാരണം നമ്മൾ സാധാരണ ഒരു ആൾക്കാരാണെങ്കിൽ, ഗുണ്ടായിസം കാണിക്കുന്ന ആൾക്കാരാണെങ്കിൽ കുഴപ്പമില്ല, എന്തും കാണിക്കാം. അപ്പം നമ്മളെ ഡിപ്പെൻഡ് ചെയ്ത്, അല്ലെങ്കിൽ എന്നെ ഡിപ്പെൻഡ് ചെയ്ത് കുറച്ച് പേര് നിൽക്കുന്നുണ്ട്, മേഖലയിൽ നിൽക്കുന്നുണ്ട്. അപ്പം അവർക്ക് ഞാനായിട്ട് ഒരിക്കലും ഒരു പ്രശ്നം ഉണ്ടാക്കാൻ പാടില്ല, പിന്നെ നമ്മളെ ഒരു ചീത്തപ്പേര് വരാനും പാടില്ലാത്തതുകൊണ്ട്. ഈ സുരക്ഷയുടെ ഭാഗമായിട്ട് പോയിട്ട് എപ്പോഴെങ്കിലും ആയുധങ്ങളോ അല്ലെങ്കിൽ തോക്ക് പോലെ ഒക്കെ കാണേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ എപ്പോഴെങ്കിലും? അങ്ങനെ സിറ്റുവേഷൻസ് ഇല്ല. ഈ ശരിക്കും സിനിമയുടെ ഒരു അനുഭവം പോലെ റിയൽ ആയിട്ട് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ശരിക്കും? ഇല്ല, നമ്മൾ പ്രശ്നങ്ങൾ വരാറുണ്ട് പലയിടത്തും. ഈ പറഞ്ഞ പല ഗസ്റ്റ് വരുമ്പോഴും അവരുടെ കാണാനായിട്ട് ആൾക്കാർ കൂടുതൽ വരുന്ന സിറ്റുവേഷൻ ഉണ്ട്. അതായത് അടുത്ത് നിന്ന് കാണാൻ വേണ്ടി പ്രശ്നം ഉണ്ടാക്കി വരുന്ന ആൾക്കാരുണ്ട്. അത് നമ്മൾ തരണം ചെയ്യണം, അല്ലാതെ ഇങ്ങനെ ഒരു അടി, കത്ത്, കുത്ത്, വാൾ അങ്ങനത്തെ പ്രശ്നം വന്നിട്ടില്ല. ഈ ഒന്നിൽ മൂവി സ്റ്റാർസ്, സിനി സ്റ്റാർസ്, അതേപോലെ തന്നെ പൊളിറ്റീഷ്യൻസ് വരുമ്പോൾ കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തുന്നവർക്കാണ്. അപ്പോൾ അത്തരത്തിൽ വരുന്ന സമയത്ത് അതിൻ്റേതായിട്ടുള്ള ബോംബ് സ്ക്വാഡ് ഒക്കെ ചെക്കിങ് കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരിക്കും. ഈ എപ്പോഴെങ്കിലും പേടി തോന്നിയിട്ടുണ്ടോ നമുക്ക് ഇവരെ കവർ ചെയ്തിട്ട് സുരക്ഷയ്ക്ക് പോയി അവസാനം നമ്മുടെ ജീവനെ അതിനൊരു ഭീഷണി പേടി തോന്നാറുണ്ടോ? അല്ല, പേടി നമ്മൾ ചെല്ലുമ്പോഴും ഓൾമോസ്റ്റ് നമ്മൾ ഈ ഒരു അങ്ങനത്തെ ഒരു വലിയൊരു ഇവന്റ് ചെയ്യുമ്പോൾ ഈ സെക്യൂരിറ്റി എല്ലാ മേഖല ആൾക്കാരെ ഓട്ടോമാറ്റിക്കലി ഫസ്റ്റ് അവർ വിളിക്കും. മിനിസ്റ്റർ സൈഡിൽ നിന്നാണ് വരുന്നതെങ്കിൽ, നമ്മൾ തമിഴ്നാടാണെങ്കിൽ മിനിസ്റ്റർ ആണെങ്കിലും കേരള മിനിസ്റ്റർ ആണെങ്കിലും വരുന്ന സെക്യൂരിറ്റി ടീമുകൾ വിളിച്ച് അവരൊരു ബ്രീഫിംഗ് തരാറുണ്ട്. ഏത് ടീമാണ്, അല്ല എന്താണ് അവരുടെ ഡ്യൂട്ടി, അവരുടെ പർപ്പസ് എങ്ങനെയാണെന്ന് അവർ ചെക്ക് ചെയ്തിട്ട് മാത്രമേ നമ്മൾ ഡ്യൂട്ടി കയറ്റാറുള്ളൂ. സമയത്ത് ആ വേൾഡിൽ നമുക്ക് ബ്രീഫിംഗ് തരുന്നതുകൊണ്ട് നമുക്ക് മനസ്സിലാവും അവിടുത്തെ എന്താണെന്നുള്ളത്. അപ്പോൾ അങ്ങനെ പേടി അങ്ങനെ ഉണ്ടാവാറില്ല. പിന്നെ ഇതുവരെ അങ്ങനെ സ്ഥലത്ത് പ്രശ്നം വന്നിട്ടുമില്ല. ഏതെങ്കിലും നമുക്ക് ഉണ്ടായിട്ടില്ല അങ്ങനെ നിങ്ങൾ ബൗൺസേഴ്സിൽ ഇപ്പോൾ ചെന്നൈയിലും ബാക്കി അവിടത്തൊക്കെ കോൺടാക്ട് ഇല്ല, അപ്പോൾ അത്തരം അനുഭവങ്ങൾ അവർക്ക് ഉണ്ടാവാറുണ്ടെന്ന് അങ്ങനെ പറയാറുണ്ടോ ശരിക്കും? കാണുമായിരിക്കാം, കാരണം പല സ്ഥലത്തും പല ആൾക്കാരാണല്ലോ ചെയ്യുന്നത്, അപ്പം പ്രശ്നം ഉണ്ടാവാറുണ്ട്. അങ്ങനത്തെ അല്ല, ഇപ്പം നമ്മൾ ഒരിക്കലും ഒരു ടീമും അവരുടെ പ്രശ്നങ്ങൾ പുറത്ത് വിടത്തില്ല. ഇല്ല, ഞാൻ ചോദിക്കുന്നത് അത്തരം ഇഷ്യൂസുകൾ ഉണ്ടായെങ്കിൽ വരെ ചിലപ്പോൾ അത് പുറത്ത് വേറൊരു ഇടയ്ക്ക് ഒരു മീഡിയയിൽ ഒരു വീഡിയോ കണ്ടതാണ്. ഒരു സെലിബ്രിറ്റീനെ പ്രൊട്ടക്ഷൻ പോയ പെൺകുട്ടി വേറൊരു ആളിനെ അടിക്കുന്ന ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അതവിടെ എന്താണ് നടന്നെന്നുള്ള കാര്യം നമുക്കറിയത്തില്ല. അപ്പം അതിനകത്ത് നെഗറ്റീവ് കമന്റ് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ഒരു പൂ കയ്യിരിപ്പുണ്ട്, പുള്ളിക്കാരൻ്റെ കയ്യിൽ പൂവിരിപ്പുണ്ട്, പുള്ളിക്കാരനടുത്ത് അടിക്കുന്നുണ്ട്. ഇപ്പം ഇത് എന്താണ് സംഭവം നടന്നുള്ള കാര്യം ആരും അതോ അതിന്റെ യാഥാർത്ഥ്യം അറിയുന്നില്ല. നമ്മുടെ വിഷയത്തിലെ പോലെ തന്നെയാണ്, എന്താണെന്ന് സത്യം അറിയുമ്പോൾ കള്ളം മൊത്തം പറഞ്ഞിട്ടുണ്ടാവും എന്ന് പറഞ്ഞ പോലെ. ഇതിലെ തുടക്കം ശരിക്കും ജിമ്മിലൂടെയാണ്. ജിം കട്ട ട്രെയിനറാണ്. ഈ അവിടെയാണെങ്കിൽ നമുക്ക് ട്രെയിനർ എന്ന് പറയുമ്പോൾ ശരിക്കും ആശാൻ എന്ന് നമ്മൾ അല്ലെ ജിമ്മിൽ വിളിക്കും, കോച്ച് എന്ന് വിളിക്കും, ആശാൻ എന്ന് വിളിക്കും. അത് നമുക്കൊരു അഭിമാനമാണ്. ഇവിടെ ബൗൺസറായിട്ടും അവരെ ബൗൺസേഴ്സ് എന്ന് പറഞ്ഞാൽ തന്നെ എല്ലാവർക്കും ഒരു ഇഷ്ടമുള്ള പരിപാടിയാണ്. അതിലൊരു ക്യാപ്റ്റൻ കൂടിയാണ്. കുറേ കൂടി ഇഷ്ടപ്പെട്ട് എൻജോയ് ചെയ്ത് ചെയ്യണത് ശരിക്കും ഏതാ, ട്രെയിനറാണോ ബൗൺസറാണോ? ബൗൺസർ തന്നെ ആയിരിക്കും. ബൗൺസറായിരിക്കും. നമ്മൾ ട്രെയിനർ ആയാലും ബൗൺസർ ആയാലും നമ്മൾ രണ്ട് ജോലിയും കൂടുതൽ നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുമ്പോൾ അതിനുള്ള സക്സസ് ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ നമ്മൾ വന്ന ജിമ്മാണെങ്കിൽ നമ്മൾ വന്ന ക്ലയൻസ് നമ്മുടെ അടുത്ത് വന്ന് ചോദിക്കുന്നത്, സംശയം ചോദിക്കുമ്പോൾ നമ്മളത് ഇഷ്ടപ്പെട്ട് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് റിസൾട്ട് ഉണ്ടാവും. പക്ഷെ നമ്മളത് ജോലിക്കാരൻ എന്ന രീതിയിൽ നമ്മൾ ശമ്പളം മാത്രം മതി ചോദിച്ചാൽ നമ്മൾ ഒരിക്കലും ആ സ്ഥാപനത്തോടും നമുക്കൊരു നീതി ഉണ്ടാവത്തില്ല, നമ്മൾ ചെയ്യുന്ന ജോലിയോടും വൃത്തി ഉണ്ടാവത്തില്ല. അതേപോലെ തന്നെയാണ് നമ്മൾ ബൗൺസേഴ്സും. നമ്മൾ എടുക്കുന്ന വർക്കിനോട് ഇഷ്ടപ്പെട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര ക്രൗഡാണെങ്കിലും നമ്മളെ ഒരു 4 മണിക്കൂർ പരിപാടി 8 മണിക്കൂർ പോയി കഴിഞ്ഞാലും നമ്മൾ ഹാപ്പി ആയിട്ട് ചെയ്യും. പക്ഷെ നമ്മൾ പൈസ ഡിപ്പെൻസ്, പണം മാത്രം ഉദ്ദേശിച്ച് വരുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർ ആ സമയത്ത് ജോലി ചെയ്യാതെ മാറി നിൽക്കും, അങ്ങനത്തെ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അങ്ങനെയൊക്കെ ജീവിതത്തിൽ കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ ഒരു മൊമെന്റിൽ അല്ലെങ്കിൽ അനുമോദനം, നല്ല വാക്ക് കിട്ടിയിട്ടുള്ളത് ഏത് സെലിബ്രിറ്റിയുടെ സൈഡിൽ നിന്നായിരുന്നു? ഒത്തിരി പേരുണ്ട്. ഏറ്റവും ഇങ്ങനെ ഓർത്ത് വെക്കുന്ന ഒരു സംഭവം ഏതാ? നിങ്ങളുടെ ഇത് ചെയ്ത് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു, താങ്ക്സ് പറഞ്ഞിട്ടുള്ളൊരു വ്യക്തി ആരായിരിക്കും ശരിക്കും? അങ്ങനെ നോക്കുകയാണെങ്കിൽ ആസിഫിക്ക പറഞ്ഞിട്ടുണ്ട്. ആരാണ്? ആസിഫിക്ക. എപ്പോഴും നമ്മൾ, ഞാൻ ഫസ്റ്റ് ഒരു പുള്ളിയുടെ പരിപാടി ചെയ്യിച്ചു. പക്ഷേ ഇപ്പം എപ്പോൾ കണ്ടു കഴിഞ്ഞാലും വന്ന് ഫസ്റ്റ് സുഖമാണോ ചോദിച്ചിട്ടേ പുള്ളി പോകത്തുള്ളൂ. അതുപോലെ ഇതിനെ ദിലീപേട്ടൻ അങ്ങനത്തെ ഒരു ആളാണ്. നമ്മളൊരു വ്യക്തി എന്നുള്ള അവർക്ക് കൊടുക്കുന്ന വാല്യൂ ഭയങ്കര വലുതാണ്. സെക്യൂരിറ്റി ആണെങ്കിലും അവർക്ക് ഭയങ്കര കൊടുക്കുന്നുണ്ട്, അവരുടെ ജോലിക്കുള്ള മതിപ്പ് കൊടുക്കുന്നുണ്ട്. പിന്നെ തമിഴിലാണെന്ന് നോക്കുകയാണെങ്കിൽ ജയൻ രവി ഭയങ്കര ഒരു ആണ്, മനുഷ്യത്വം ഭയങ്കര. കമൽ സാറ്, പിന്നെ അതുപോലെ സൂര്യ. ഓക്കെ, ഈ ബോഡി ഓക്കെ, പക്ഷെ സുഭാഷ് ബ്രോനെ കുറേ കൂടി അട്രാക്ട് ചെയ്യിക്കുന്നത് മീശയാണ് അല്ലേ? ഈ പണ്ട് പറയും കട്ടിയുള്ള മീശ, നമ്മൾ പേടിപ്പിക്കാൻ കട്ടിയുള്ള മീശ വെക്കാന്ന് പറയും. നമ്മൾ അതിൻ്റെ തുടങ്ങുന്ന തന്നെ ചരിത്രം അല്ല, വീരപ്പനിലൂടെ തുടങ്ങി വെച്ചിരിക്കുന്ന സംഭവമാണ്. ഈ മീശ വെക്കാനുള്ള പ്രചോദനം എന്താ ശരിക്കും? എന്താ കാരണം? ഞാൻ ആക്ച്വലി താടിക്ക് മീശ വെച്ച വ്യക്തിയായിരുന്നു. താടിയും മീശയും കൂടെ ഒരുമിച്ച് കൊണ്ടുവന്ന ആളായിരുന്നു.
അപ്പോൾ ഞാൻ എല്ലാ ഫോട്ടോയ്ക്കും ഒരുപോലെ. അപ്പോൾ ഞാൻ ഒരു ചേഞ്ചിനൊന്ന് മീശ എടുക്കാം അല്ല വെച്ചിട്ട് മീശ വെച്ച് താടി മാത്രം എടുക്കാന്നുള്ള രീതിയിലായിരുന്നു ചെയ്തത്. പക്ഷെ ആ സമയത്താണ് നമ്മുടെ സിനിമ ഇറങ്ങിയത്. ഓക്കെ. ഏതായിരുന്നു ഇതില് നമ്മളെ സിനിമ ചെയ്ത സിനിമയാണോ? അല്ല, നമ്മുടെ പറയൂ. ഞാൻ ഇടയ്ക്ക് സിനിമ ചെയ്തു പറഞ്ഞുകൊണ്ട് സിനിമയ്ക്ക് വേണ്ടി അല്ല, സിനിമയ്ക്ക് ആ സമയം ഞാൻ ചെയ്ത സിനിമയും സീരിയലാണെങ്കിലും നമ്മുടെ താടിയെല്ലാം വെച്ചിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. നെഗറ്റീവ് ക്യാരക്ടറാണ് കൂടുതലും ചെയ്യുന്നത്. ഓക്കെ. ഞാൻ ഒരു സിനിമയ്ക്ക് മാത്രമേ പോലീസായിട്ട് ചെയ്തിട്ടുള്ളൂ. ഒരു കുപ്പിവള എന്ന് പറഞ്ഞ മൂവിയിൽ ഒരു SI ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ജീവിതത്തിൽ പോലീസായിരുന്നു, സിനിമയിൽ പോലീസായിട്ടുണ്ട്. ഒരു സിനിമയിൽ ഒരു ചെറിയൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ അന്ന് മീശ മാത്രം വെച്ചിട്ട് ചെയ്തു. പക്ഷെ അന്നത്തെ ഓക്കെ അല്ലേ, അപ്പോഴും മീശ കട്ടി മീശ ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് അപ്പോഴും താടിയൊക്കെയുള്ള പയ്യന്മാരാണ് എല്ലാവർക്കും ഇഷ്ടമെന്നത്. ഈ താടിയെ വെച്ചിട്ട് നമ്മൾ നടന്നത്. അല്ല, പൊതുവെ എല്ലാവർക്കും ഒരു ഫേസ് ലുക്ക് താടി മീശയൊക്കെ കൂടുതൽ ഭംഗിയുള്ളതുകൊണ്ടാണ് വെച്ചിട്ട്. മീശ ഇരിക്കുന്ന അതുകൊണ്ട് ആഗ്രഹിച്ചു ഒന്ന് പിരിക്കാവോ? ശരിക്കും ലാലേട്ടനോടാണ് ഇത് കൂടുതൽ പറയാറുള്ളത് അല്ലേ? അങ്ങനെ മീശ ആയിട്ട് പിരിച്ചു വെക്കാറുണ്ടോ? അങ്ങനെയല്ല, സപ്പോസ് ചില സമയങ്ങളിൽ ഫോട്ടോയ്ക്കൊക്കെ ചെയ്യുമ്പോൾ അല്ലാതെ. ഈ എവിടെ നിന്നാണ് ആദ്യമായിട്ട് അംബാനെ പോലെ ഇരിക്കുന്നു എന്ന് പറഞ്ഞത് എപ്പോഴായിരുന്നു ശരിക്കും? ഈ ആവേശ ഫിലിം ഇറങ്ങിയ സമയത്താണ് ഞാൻ ആക്ച്വലി ഫിലിം ഇറങ്ങി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ഈ മീശ താടി ഷേവ് ചെയ്യുന്നത്. ഞാൻ ബേസിക്കലി എപ്പോഴും എൻ്റെ മാക്കോർ വന്നാലും ഞാൻ ഫോട്ടോ സ്റ്റോറി ഇടാറുണ്ട്. ഈ ഫോട്ടോ സ്റ്റോറി ഇടുന്ന സമയത്ത് 1-2 ആൾക്കാർ പറഞ്ഞിട്ട് പറഞ്ഞു, വെഡ്ലാൻഡ് തുണിക്കടയുടെ ഓണർ എന്ന് പറഞ്ഞു, സുഭാഷിനെ കണ്ടതിന് സജിൻ ഗോപിനെ പോലെ ഉണ്ട്, അംബാനെ പോലെ ഉണ്ട് എന്ന് പറഞ്ഞു. ഞാൻ ചിരിച്ച് സ്വന്തം ഞങ്ങൾ വിട്ടു. അപ്പോൾ 2 ദിവസം കഴിയുമ്പോൾ വീണ്ടും ഒരാൾ എനിക്ക് മെസ്സേജ് അയച്ചു, സുഭാഷിനെ ഇതേപോലെ ആളുടെ ചേഞ്ച് ഉണ്ട് എന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നു അന്ന് സജിൻ ഗോപ് ഭയങ്കര സൈസും ഉണ്ട് അല്ലേ? അതെ, സൈസും ഹൈറ്റും സംഭവം ഉണ്ട്. ആ ലുക്ക് എനിക്ക് തോന്നുന്നു സജിൻ ഗോപ് നിനക്ക് ഉപരിയായിട്ട് സജിൻ ഗോപ് ചെയ്ത അംബാനുള്ള ക്യാരക്ടറിനാണ് കുറേ കൂടിയും അല്ലേ നിൽക്കുന്നതെന്നുള്ള സംഭവം. തീർച്ചയായിട്ടും. ഓക്കെ. അപ്പോൾ ഞാനത് കഴിഞ്ഞപ്പോൾ ഞാനത് എന്നിട്ട് എൻ്റെ ഡൗട്ട് വെച്ച് ഞാൻ ചെയ്തു, ഈ അംബാൻ്റെ ക്യാരക്ടർ ഫോട്ടോയും എൻ്റെ ഫോട്ടോ വെച്ച് ഞാനൊന്ന് കണക്ട് ചെയ്തിട്ട് വെച്ച് നോക്കി, സ്റ്റോറി ഇട്ട് നോക്കി ഒരുപോലെ ആണോ എന്നുള്ളത് ഞാൻ സർക്കിളുള്ള ആൾക്കാരെ ചോദിച്ചു നോക്കി, ഇട്ട് നോക്കി. അപ്പോൾ കുറേ പേര് സെയിം ആണെന്നൊക്കെ പറഞ്ഞു. ഞാനങ്ങനെ ഓക്കെ അങ്ങനെ ഞാൻ പോവുമായിരുന്നു. അപ്പോൾ നമ്മുടെ ഹിപ്പ് ഹോപ്പ് തമിഴ് ട്രിവാൻഡ്രത്തിൽ ലാൻഡ് വന്ന സമയം ഒരു ഫിലിമിൻ്റെ പ്രൊമോഷനായിട്ട് വന്നു. അപ്പോൾ ഞാൻ പുള്ളീനെ കാറിൽ നിന്ന് എസ്കോട്ട് ചെയ്ത് വരുന്നുണ്ട്. പുള്ളി കാർ തന്നെയായിരുന്നു, ഞാൻ കാറിൻ്റെ സൈഡിൽ കൂടെ എസ്കോട്ട് ചെയ്ത് കൊണ്ടുവരുമായിരുന്നു. അപ്പോൾ പുള്ളി കാറിനകത്തിരുന്ന് എന്നെ കണ്ടിട്ട് അംബാനെ പോലെ ഇരിക്കണം എന്ന് പറഞ്ഞിട്ട് പുള്ളി ഓൾറെഡി വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. ഞാനത് അറിഞ്ഞില്ല. പുള്ളി കാറിൽ നിന്ന് ഇറങ്ങിയോണ്ടേ കണ്ടോണ്ട് അംബാനാണോ ചോദിച്ചിട്ട് എനിക്ക് ഷേക്കാൻ്റെ തന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ പുള്ളി എന്നിട്ട് പുള്ളിയുടെ സ്റ്റോറി ആയിട്ട് പുള്ളി ഒരു വീഡിയോ ഇട്ടു, പുള്ളിയുടെ ഇൻസ്റ്റയിൽ വീഡിയോ ഇട്ടു, ഞാൻ അംബാനെ കണ്ടു എന്ന് പറഞ്ഞിട്ടൊക്കെ വീഡിയോ ഇട്ടു. അത് അംബാനാണെന്ന് വിചാരിച്ചിട്ട് ഇട്ടതാണോ അതോ അത് കുറച്ച് അല്ലാതെ മനസ്സിലായിട്ട് ഫണ്ണായിട്ട് ഇട്ടതാണോ? എന്താ അറിയത്തില്ല. പുള്ളി എന്നെ അന്ന് ഞാനത്തെ ഒരു അംബാനെ പോലെ തന്നെ, എൻ്റെ ഹെയർ ആണെങ്കിൽ കേളി ഹെയർ ആയിരുന്നു. സ്റ്റോറി ഇട്ടു പുള്ളി ഇട്ടാണ്. പക്ഷെ ആ ഒരു വീഡിയോ ഒരു 42 മില്യൺ അങ്ങ് വീഡിയോ അങ്ങ് ഇൻസ്റ്റയിലോ വീഡിയോ കയറി വൈറലായി. അതിനുശേഷം ആണ് ഈ അംബാനെ നല്ല കൂടുതൽ ആൾക്കാർ വിളിച്ചു തുടങ്ങിയത്. പിന്നെ ഈ വീഡിയോ സജിൻ ഗോപൻ തന്നെ ചേട്ടൻ അതിനകത്ത് സ്റ്റോറി ഇട്ടു. ഏത് ഇത് അംബാനെന്ന് പറഞ്ഞിട്ട് സുഭാഷ് പ്രവൻ ഇട്ട സാധനം സജിൻ ഗോപൻ ഷെയർ ചെയ്തു. പ്രശ്നം പരാതികളൊന്നും ഇല്ല. അല്ല, ഒത്തിരി പേര് എന്നെയും ചേട്ടനെ മെൻഷൻ ചെയ്ത് ഇടുന്നുണ്ടായിരുന്നു. അംബാനെ കണ്ടു എന്ന് പറഞ്ഞു. ഒറിജിനൽ അംബാൻ ഔട്ടായി, ഡ്യൂപ്ലിക്കേറ്റ് അംബാന് ഫേമസ് ആയെന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ പുള്ളിക്ക് മെൻഷൻ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ പുള്ളീനടുത്ത് സ്റ്റോറി ഇട്ടു. ആ സ്റ്റോറി ഇട്ട ശേഷം പിന്നെ കുറച്ചും കൂടെ ആൾക്കാർ പിന്നെ നമ്മുടെ വെറൈറ്റി മീഡിയ തന്നെ നമുക്കൊരു ഡയറക്റ്റ് പുള്ളിയെ മീറ്റ് ചെയ്യാനുള്ള അവസരം ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അന്ന് സജിൻ ഗോപ് നിർത്തിക്കൊണ്ട് തന്നെ സംസാരിക്കുകയും ചെയ്തു. ഞാൻ ഒത്തിരി പുള്ളി നേരിട്ട് കാണാൻ ഒത്തിരി ആഗ്രഹിച്ചു. കാരണം ഇങ്ങനെ ഒരു ക്യാരക്ടർ ബേസ് തന്നെ ഐഡന്റിഫൈ ചെയ്യുമ്പോൾ ഈ പുള്ളിയുടെ കൂടെ കാണുന്ന ഒരു ആഗ്രഹം. നേരിട്ട് ഒരു ഫോട്ടോ എടുക്കാൻ ഇത്രയും നമ്മൾ സെലിബ്രിറ്റി കാണുമ്പോൾ നമ്മളെപ്പോലെ ഒരു സെലിബ്രിറ്റി ഉണ്ട് എന്ന് പറയുമ്പോൾ ബേസിക്കലി നമ്മൾ എത്ര കണ്ടാലും നമുക്ക് ആഗ്രഹം തോന്നാറുണ്ട്. അങ്ങനെയെങ്കിൽ അംബാനെ എന്ന് വിളിച്ചുകൊണ്ട് അംബാനോട് പറയാനുള്ളത് എന്താ? റിയൽ അംബാനോട് അല്ല, സജിൻ ഗോപൻ ചേട്ടൻ അംബാൻ എന്നുള്ള ക്യാരക്ടറിലൂടെ എനിക്ക് ഒത്തിരി നമ്മുടെ ഈ ടീമിന് ഗുണമുണ്ടായിട്ടുണ്ട്. അതുപോലെ ഞാൻ ഒരു നേരം ആഹാരം പുള്ളിയുടെ പേരിൽ വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ട്. അതായത് ഇന്ന ടീം അംബാന്റെ ടീമിനെ വിളിയെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചിട്ടുണ്ട്. നമ്മൾ വർക്ക് ചെയ്തിട്ട് പോരായാലും നമ്മുടെ ടീമിനെ ഇന്ന പേരിൽ അറിയപ്പെട്ട് നമുക്ക് ഒത്തിരി വർക്കുകൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഒത്തിരി നന്ദി പറയുന്നുണ്ട് സജിൻ ചേട്ടനോട്. ഉണ്ട്. അംബാനെ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അംബാൻ വിളിക്കുന്ന പോലെ ആ ഉണ്ടാകുന്നൊരു വിളി കേൾക്കാവോ? അംബാനെ എന്താണ വിളി. എനിക്ക് തോന്നുന്നു ആ പേര് അത്രത്തോളം അല്ലെ. എനിക്കൊന്ന് ബൗൺസേഴ്സിൽ അംബാനാണ് ഇപ്പോൾ അല്ലെ, അംബാനുമാണ് അറിയപ്പെടുന്നത് എന്ന്. നേരത്തെ പറഞ്ഞു ഇത്രയൊക്കെ പുറത്ത് ഭീകരനാണ് അല്ലെങ്കിൽ ഭയങ്കര റഫാണെന്ന് പറഞ്ഞാലും അമ്മയുടെ അടുത്ത് എത്തുമ്പോൾ അല്ലെ ഒരു കുഞ്ഞു മകനാണെന്നുള്ള രീതിയിലേക്ക് മാറുന്നു. എല്ലാ മക്കളും അമ്മമാരുടെ മുമ്പിൽ അങ്ങനെ. തീർച്ചയായിട്ടും. പക്ഷെ ശരിക്കും
സുഭാഷ് ബ്രോന്റെ റിയൽ ലൈഫിൽ സംഭവം എങ്ങനെ ഒരു വിവാഹ ജീവിതത്തിലോട്ട് വിവാഹ ജീവിതത്തിലോട്ട് വീട്ടിൽ ഒത്തിരി പ്രഷർ ചെയ്യുന്നുണ്ട്. പക്ഷേ സാമ്പത്തികമായിട്ട് നമ്മൾ നല്ല ലെവലല്ല. കാരണം കുറച്ച് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടായി. ഒരു ഫണ്ട് ഒരു മരുമകൻ അല്ല മരുമകൾ വേണമെന്ന് പറഞ്ഞിട്ടില്ല. അത് വർഷങ്ങളായിട്ട് അമ്മ എൻ്റെ അടുത്ത് ചോദിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അമ്മയ്ക്ക് ഇത്ര വർഷമായിട്ട് കല്യാണം കഴിച്ചില്ല. അതുപോലെ നമുക്ക് സാമ്പത്തികം കുറച്ച് പ്രശ്നങ്ങളുണ്ടായി. അതായത് നമുക്ക് ഒരാൾ ഫണ്ട് ചോദിച്ചപ്പോൾ നമ്മുടെ ചേച്ചിയുടെ മാരേജിന് കുറച്ച് ഫണ്ട് കളക്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരാളെ സഹായിച്ചു, പുള്ളിക്കാരൻ പൈസയും കൊണ്ട് മുങ്ങി. അങ്ങനെ നമ്മൾ കുറച്ചൊരു അതായത് കല്യാണത്തിന് വേണ്ടിയിട്ട് സ്വരൂപിച്ച പൈസ ചേച്ചിയുടെ മാരേജിന് വേണ്ടിയിട്ട് കുറച്ച് പൈസ സ്വരൂപിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ. അപ്പോൾ ഒരു പുള്ളിക്കാരെ പോലെ അവരുടെ സിറ്റുവേഷൻ സഹായിച്ചു നമ്മൾ ഉടനെ തരാമെന്ന് പറഞ്ഞിട്ട്. പക്ഷെ പുള്ളിക്കാരൻ പൈസയും കൊണ്ട് മുങ്ങി നമ്മൾ ലാസ്റ്റ് കുഴിക്കാത്താകുകയായിരുന്നു. ഇതിപ്പോൾ അംബാൻ്റെ ആവേശം മാത്രമല്ല, എനിക്ക് അംബ അഭിനയിച്ച പൊന്മാനും റിയൽ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ട് ഇതേപോലെ അല്ലേ? പണമായിട്ട് സ്വന്തം വീട് നഷ്ടമായി. പിന്നെ വാടക വീട്, അന്നോട്ട് ഇന്ന് വരെ വാടക വീട്ടിലാണ് ഇപ്പോൾ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ എത്ര രൂപ വരെ ഇതുണ്ടായിരുന്നു? അത് നമുക്കെല്ലാം അവിടെ 40 ലക്ഷം രൂപ 40 ലക്ഷം രൂപ ഉണ്ടായിരുന്നു. ഇയാളെ വിവരമില്ല. പിന്നെ 40 ലക്ഷം വെച്ചാൽ നമ്മളൊരു 20 ലക്ഷം അതൊരു വസ്തുവിന് വേണ്ടിയിട്ട് പൈസ മറിച്ചതാണ്. ഓക്കെ. പുള്ളി വസ്തു കച്ചവടത്തിന് വേണ്ടി നമ്മളൊന്ന് സഹായിച്ചു. അവിടെ തന്നെ അവർ മറിച്ചിട്ട് തരാം, ബിസിനസ് നടന്നുകൊണ്ട് തരാമെന്ന് പറഞ്ഞ് നമ്മുടെ മേടിച്ചതാണ്. അപ്പോൾ നമ്മുടെ ഉണ്ടായിരുന്ന ചേച്ചിയുടെ മാരേജ് വെച്ച പൈസയും നമ്മൾ വീട് ഡോക്യുമെൻ്റ് വെച്ചിട്ടാണ് പൈസ സഹായിച്ചത്. ഓക്കെ. കാരണം നമ്മൾ അത്രയും നമ്മളെ ഫണ്ട് നമ്മളില്ല, നമ്മൾ കുറച്ച് പൈസ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി ഫണ്ട് ഉടനെ നമുക്ക് കൊടുക്കുന്ന പൈസയിൽ കുറച്ച് നമുക്ക് ലാഭം തരാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ സഹായിച്ചാണ്. അപ്പം ഒരിക്കലും ചേച്ചീനെ കെട്ടിക്കാനുള്ള ചെയ്യണം. ഏതൊരു മക്കളെ നല്ല രീതിയിൽ കെട്ടിക്കുന്ന ആഗ്രഹം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു രീതിയിൽ ഹെൽപ്പ് ചെയ്തതാണ്. പക്ഷേ പുള്ളിക്കാരൻ നമ്മളെ എന്താ പറയുക നല്ല രീതിയിൽ ആളുടെ ഒരു വിവരമില്ല. പിന്നെ പുള്ളി ഇപ്പോഴും ഇടയ്ക്കൊക്കെ കണ്ടു ചോദിക്കുമ്പോൾ പുള്ളിയുടെ പൈസ ഇല്ല, കിട്ടുമ്പോൾ തരാമെന്ന് പറഞ്ഞ് പുള്ളി നടക്കുന്നുണ്ട്. പക്ഷേ ഞാൻ അന്വേഷിച്ചപ്പോൾ പുള്ളി ഫ്രോഡാണ്, ഉടായ്പാണെന്നുള്ള കാര്യം അറിയുന്നുണ്ട്. ഉണ്ട്. ഇനി അത് കിട്ടാൻ എന്നുള്ളത് ടാസ്ക്. ശരിക്കും എന്നിട്ട് പെങ്ങളുടെ കല്യാണം എങ്ങനെ? പെങ്ങളുടെ കല്യാണം വീണ്ടും നമ്മൾ സ്വന്തം വീട് നഷ്ടമായി. പിന്നെ പലിശയ്ക്കും വീണ്ടും അവിടെ നിന്ന് ഇവിടുന്നൊക്കെ കടങ്ങൾ മറിച്ച് അറിയാവുന്ന സർക്കിൾ ആൾക്കാരൊക്കെ പൈസ ചോദിച്ച് സഹായിച്ചു. കല്യാണം നടന്നു. പക്ഷെ അതിന്റെ കടവും ഇപ്പൊ ഈ കൊടുത്ത പൈസ കടങ്ങൾ നിൽക്കുന്നതുകൊണ്ട് മാത്രമാണ് കല്യാണം കഴിക്കാത്. എൻ്റെ ആക്ച്വലി എനിക്ക് കുറേ ആഗ്രഹങ്ങളുള്ള ആളാണ് ഞാൻ. അപ്പോൾ അത് എനിക്ക് സാധിക്കണമെങ്കിൽ നമുക്കൊരു ഈ ബാധ്യത എന്ന സാധനം വച്ചും കൊണ്ട് നമ്മൾ ഒരിക്കലും നമ്മുടെ ലൈഫ് കൊണ്ടുവരാൻ നടക്കത്തില്ല ഒരിക്കലും. കാരണം ആ ലൈഫ് ഒരിക്കലും ഹാപ്പി ആവുന്നില്ല. കാരണം നമ്മളൊരു പെൺകുട്ടീനെ വീട്ടിൽ കൊണ്ടുവരുമ്പോൾ അവൾ ഹാപ്പി ആയിരിക്കണം. നമ്മുടെ ബുദ്ധിമുട്ടോടെ കൊണ്ട് ആ കുട്ടിയുടെ തല കൊണ്ട് വയ്ക്കാൻ പാടില്ല. അങ്ങനെ ഒരു കാറ്റഗറിയോട് ഞാൻ വിവാഹം കഴിക്കണമെന്ന് വിചാരിച്ചിട്ടുള്ള പ്രണയങ്ങളുണ്ടായിരുന്നു. അപ്പോൾ പ്രണയം ഉണ്ടായ ശേഷം ഒരു പ്രണയം ഉണ്ടായിരുന്നു. പക്ഷെ അത് വലിയൊരു കഥയായിട്ട് ആണ് ഉടനെ അതൊരു 6 മാസം കൊണ്ട് തന്നെ ബ്രേക്കപ്പിൽ വന്നു. അതിന് ഞാനൊരു 1 വർഷം എടുത്തു അതിന് റിക്കവർ ആകാനായിട്ട്. അതൊരു റീസണിലാണ്, അതൊരു 2022-23 ഈ അടുത്താണ് ആ സംഭവം നടക്കുന്നതിന് അല്ല മറ്റേ പണവുമായിട്ട് ബന്ധപ്പെട്ട ഈ അടുത്ത്. അപ്പൊ തോന്നിയിരുന്നു പ്രണയം ഉണ്ടായപ്പോൾ ഇനി വിവാഹത്തിലോട്ട് എത്തും. പ്രണയം വരാൻ കാരണം തന്നെ അമ്മയാണ് പ്രശ്നം. അതായത് മക്കളെ കെട്ട് കല്യാണം എപ്പോഴും പുഷ് ചെയ്യാറുണ്ട്. അമ്മയ്ക്ക് വയ്യ, നടുവേദന, മുട്ടുവേദന എപ്പോഴും പറയും. അമ്മയ്ക്ക് വയ്യ, ഒരു മാരേജ് ചെയ്ത് കുട്ടിയെ കൊണ്ടുവരും എന്നൊക്കെ പറയാറുണ്ട്. അപ്പം അങ്ങനെ പറഞ്ഞു ഞാനൊരു കുട്ടിയെ കണ്ടു, പരിചയപ്പെട്ടു. അപ്പോൾ നമ്മുടെ എന്താ പറയുക, എൻ്റെ ഒരു ജോണലല്ല, പുള്ളിക്കാരിയുടെ അനിയനുണ്ടായിരുന്നു. അച്ഛനും അമ്മയും അനിയനുമായിരുന്നു. അനിയൻ മരിച്ചു പോയതാണ്. അപ്പോൾ ആ പുള്ളിക്കാരുടെ അമ്മയുടെ സിറ്റുവേഷൻ ഭയങ്കര മോശമായിരുന്നു. അപ്പോൾ എനിക്ക് ഈ ഒരു പുള്ളിക്കാരുടെ കഥ കേട്ടപ്പോൾ എനിക്ക് ആ അമ്മയുടെ ഒരു, ഞാനൊരു അമ്മ മോനാണല്ലോ, ആ അമ്മയുടെ ഒരു ഇഷ്ടം തോന്നിയിട്ട് പുള്ളിക്കാരുടെ അടുത്ത് ഞാൻ ചോദിച്ചു നമുക്ക് മാരേജ് ചെയ്താലെന്ന് ചോദിച്ചു. പുള്ളിക്കാർ പറഞ്ഞു ഓക്കെ ചെയ്യാമെന്ന് പറഞ്ഞു. കാരണം നമ്മളത് പരിചയപ്പെട്ട ശേഷമാണ് നമ്മൾ കഥകൾ ചോദിക്കുന്നത്. പുള്ളി 2 ദിവസം കഴിഞ്ഞ് പുള്ളിക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. ഓക്കെ സമ്മതം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ സംസാരിച്ചു തുടങ്ങി. നമ്മൾ കുറച്ചും കൂടെ അടുത്തു, കമ്പനിയായി, ഡെയിലി വിളിയായി, ഫോൺ വിളിയായി. പിന്നെ കുറേ കാര്യങ്ങൾ സംസാരിച്ചാണ്. എന്താ പറയുക, ഞാൻ പുള്ളിയുടെ അമ്മയോട് ചോദിച്ചു എനിക്ക് മോളെ കെട്ടിച്ചു ചോദിച്ചു. പറഞ്ഞു ഇല്ല നടക്കത്തില്ല, കാരണം പുള്ളിക്കാരി ക്രിസ്ത്യൻസാണ്, നമ്മൾ ഹിന്ദുവാണ്, പറ്റത്തില്ല എന്ന് പറഞ്ഞു. അതൊരു പ്രശ്നം അവർ പറഞ്ഞു. പക്ഷെ എന്നിട്ട് ഞാൻ വിട്ടില്ല, ഞാൻ മുമ്പോട്ട് സ്ട്രഗിൾ ചെയ്തു. പുള്ളിക്കാരി ശ്രമിക്കുന്നുണ്ടായിരുന്നു. പുള്ളിക്കാരിക്ക് ഇഷ്ടമായിരുന്നു. പക്ഷെ അമ്മയുടെ അച്ഛൻ സംബന്ധിച്ചുള്ള പറ്റത്തില്ല എന്ന് പറഞ്ഞു. അവർ നല്ലൊരു അച്ചായ ഫാമിലിയാണ്. സുഭാഷിന്റെ അമ്മയ്ക്ക് പ്രശ്നം ഉണ്ടായിരുന്നോ? ഇല്ല, അമ്മയ്ക്ക് നല്ലൊരു കുട്ടീനെ ഞാൻ ചൂസ് ചെയ്ത അമ്മയ്ക്ക് അറിയാം. അപ്പോൾ ഞാൻ ഒരിക്കലും മോശമായിട്ടൊരു ചൂസ് ചെയ്യില്ല നമ്മൾ ആഗ്രഹം ഉണ്ടായിരുന്നു, അറിയാം. കാരണം ഞാൻ നേരത്തെ കെട്ടിക്കൊണ്ട് വരാം, അല്ലെങ്കിൽ ഞാൻ ഇത്രയും കാലം നല്ലൊരു ലൈഫിന് വേണ്ടിയിട്ട് ഞാൻ നടന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു കുട്ടിയെ കണ്ടു. പക്ഷേ എന്തു പറഞ്ഞാൽ ഒരു 6 മാസം കൊണ്ട് അത് ബ്രേക്കപ്പ് ചെയ്യേണ്ട സിറ്റുവേഷൻ വന്നു. ഇനിയൊരു വിവാഹത്തെക്കുറിച്ച് ആക്ച്വലി എനിക്ക് പണ്ട് തൊട്ടേ ഞാനല്ലേ ഈ ഒരു സാമ്പത്തിക പ്രശ്നം ഉള്ളത് കൊണ്ട് കടം തീർന്നിട്ട് കെട്ടാം എന്നുള്ളൊരു
ഈ മുമ്പ് പറയാറുണ്ട് ഈ ഭയങ്കര കലിപ്പന്മാരും ഗുണ്ടകളായിട്ട് നടക്കുന്നവർക്ക് പിടിച്ച് കെട്ടിച്ച് കഴിഞ്ഞാൽ അവർ പാവത്തും പൂക്കികളാവും എന്ന് പറയും. അതേപോലെ ഈ പ്രണയം ഉണ്ടായിരുന്ന സമയത്ത് ഉള്ളിലെ റൊമാൻസ് ഒക്കെ പുറത്ത് വന്നിട്ട് ഒരു പാവത്താനായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു, ഒരു ഉള്ളിലെ പൂക്കി പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ ഒരു 35 വയസ്സാണ് എനിക്ക്. ഞാൻ ഇത്രയും വർഷത്തിലും ഫസ്റ്റ് 15 വയസ്സിൽ ബൗൺസറായിട്ട് പോയിട്ടുണ്ട്. അതെ. ഓ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ എൻ്റെ ഈ 23-22 വർഷത്തിലാണ് ഞാൻ പ്രപ്പോസ് ചെയ്യുന്നത് പുള്ളിക്കാരിനെ. അപ്പോൾ ആ സമയത്താണ് എൻ്റെ ഫസ്റ്റ് ലൈൻ അല്ലെങ്കിൽ എൻ്റെ പ്രേമം തുടങ്ങിയെന്ന് പറയാം. പക്ഷേ അത് 6 മാസം ഉണ്ടായിരുന്നുള്ളൂ, ആയുസ് ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് 35 വർഷത്തിനിടയ്ക്ക് ആദ്യത്തെ പ്രണയം സംഭവിക്കുന്നത് 33 വയസ്സിലൊക്കെയാണ് അല്ലേ? അതായത് നമ്മൾ ആത്മാർത്ഥമായിട്ട് നമ്മളൊരു പാർട്ട്ണർ എന്നാൽ സ്നേഹിക്കുന്നത് അത് തന്നെയാണ്. പിന്നെ സ്കൂളിൽ പഠിക്കാൻ പല ക്രഷ് തോന്നാറുണ്ടല്ലോ, നമ്മൾ കാണാൻ ഭംഗിയുള്ള കുട്ടികളെ ക്രഷ് തോന്നാറുണ്ട്. അത് ബേസിക്കലി എല്ലാവർക്കും ഉള്ളത് തന്നെയാണ്, ഏത് സ്കൂളിലുള്ളത് തന്നെ. അങ്ങനെ പ്രേമമായിട്ട് വലിയ സംഭവമൊന്നുമില്ല, വൺ സൈഡ് ക്രഷ് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് പലയിടത്തും കാണുമ്പോൾ. എൻ്റെ ലൈഫിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഒരുമിച്ച് ഇഷ്ടമെന്ന് പറഞ്ഞ് പ്രണയിച്ചിട്ടുള്ളത് ഈ പുള്ളിക്കാരി മാത്രമേ ഉണ്ടായിരുന്നു. ഓക്കെ. എന്തായാലും നമുക്ക് ഇഷ്ടമുള്ള മേഖല തിരഞ്ഞെടുക്കുക എന്നുള്ള സാധനമുണ്ട് അല്ലേ, ഈ പാഷൻ പ്രൊഫഷൻ ആക്കി എടുക്കുക എന്നുള്ള, അങ്ങനെ ഇഷ്ടത്തോടെ വന്നൊരു സംഭവമാണ്. അപ്പോൾ ശരിക്കും ഇതല്ലാതെ ശരിക്കും എന്താ ശരിക്കും പഠിച്ചതും വർക്ക് ചെയ്തതും വേറെ മേഖലയിലുണ്ടായിരുന്നു? ശരിക്കും 15 വയസ്സ് തൊട്ടിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പഠിച്ചിറങ്ങിയ സമയത്ത് നമ്മുടെ ഈ ബാധ്യത എന്ന സാധനം നമുക്ക് ഈ ജോലിക്ക് അറിയുന്ന മുമ്പേ ബാധ്യത വന്നു. അപ്പോൾ എന്ത് ജോലി ചെയ്താലും കുടുംബം നേരെ കൊണ്ടുപോകണം, കാരണം അമ്മ മാത്രമേ ഉള്ളൂ, അച്ഛനില്ല. അപ്പോൾ ജോലി ചെയ്താൽ കുടുംബം കടം തീർക്കണം. അപ്പോൾ അങ്ങനത്തെ പ്രശ്നമുള്ള ജോലിക്കറിയാം ഞാൻ പല പണി, ഇന്ന പണി എന്നല്ല എല്ലാ പണിയും ചെയ്തിട്ടുണ്ട്. കൊത്തൻ്റെ കൈകളായിട്ടാണെങ്കിലും പ്ലംബിംഗ് വർക്ക്, പെയിന്റിങ് വർക്ക്, എല്ലാ മേഖലയിലും. അല്ലെങ്കിൽ ഒരു ദിവസം ജോലിയുണ്ട്, ആ ജോലിക്ക് പോയിട്ട് ഞാൻ കിട്ടുന്ന സാലറി വീട്ടിൽ കൊടുക്കുക എന്നുള്ള ഒരു നമുക്ക്, കാരണം വീട് സിറ്റുവേഷൻ അങ്ങനെ ആയിരുന്നു. അപ്പോൾ മഴ പെയ്താൽ വീടിനകത്ത് വെള്ളം വരും, അങ്ങനത്തെ ഒരു സാഹചര്യമായിരുന്നു. അപ്പം നമുക്ക് കഴിക്കാൻ ആഹാരമില്ലാത്ത സാഹചര്യം ദിവസം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എന്ത് ജോലി ചെയ്താലും നമ്മൾ കടം തീർക്കുക, വീട്ടിലാരും കയറി മോശം പറയരുതെന്നുള്ളൊരു ഉണ്ട്. അപ്പോൾ എന്ത് ജോലി കിട്ടിയാലും പോകും. കാരണം ഈ ഒരു പ്രൊഫഷനിലോട്ട് വന്ന സമയത്ത് നല്ല സമയത്താണ് ആഹാരമുണ്ട്, നല്ല സാലറി ഉണ്ട്, കാരണം നല്ല ഒത്തിരി ഇഷ്ടപ്പെട്ട ജോലിയാണ്, ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ കാണാൻ പറ്റുന്നുണ്ട്. ശരിക്കും എന്തുകൊണ്ട് ബൗൺസർ ആയി ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഉത്തരം ഇത് തന്നെയായിരിക്കും അല്ലേ? ആണ് നമ്മൾ ബുദ്ധിമുട്ടിൽ നിന്ന് ഒരു കുറച്ച് മെച്ചമായിട്ടുള്ള ജോലി വരുമ്പോൾ നമ്മളെപ്പോഴും അതിനെ കൂടുതൽ ഇഷ്ടപ്പെടും. ഇനി ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ലക്ഷ്യം എന്താ, ഇങ്ങനെ അച്ചീവ് ചെയ്യണം എന്ന് ആഗ്രഹമുള്ള ഒരു കാര്യം എന്താ? ശരിക്കും അച്ചീവ് ചെയ്യണം, ജീവിച്ചിരിക്കുന്ന കാലം നല്ലത് 10 രൂപ ചെയ്യണം എന്ന് തന്നെയാണ് ആഗ്രഹം. അത് അങ്ങനെ വലിയ ബോധമൊന്നുമില്ല. ജീവിക്കുന്ന കാലം എന്നാൽ കഴിയുന്നത് ഒത്തിരി സഹായിക്കുക എന്നുള്ളതാണ്. പിന്നെ 10 പേർക്ക് ആഹാരം കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുക്കുക, അങ്ങനത്തെ കുറേ. ബൗൺസർ സുഭാഷ് ഭയങ്കര കലിപ്പനാണ്, ചൂടനാണ്, ഭയങ്കര അഹങ്കാരമാണെന്ന് പറയുന്ന ആളുകളോട് എന്താ കൊടുക്കാനുള്ള മറുപടി എന്താ? ജോലിയുടെ ഞാൻ എന്തായാലും സ്ട്രിക്റ്റ് ആയിരിക്കും. അതിന് ഏതൊരു മാനദണ്ഡം ഞാൻ മാറ്റാറില്ല. സ്നേഹം കാര്യങ്ങൾ നേരിട്ടുണ്ടാവും, പക്ഷെ ജോലി ഇറങ്ങിക്കഴിഞ്ഞാൽ ജോലിയുടെ ഫുൾ ഉത്തരവാദിത്വം അതിൽ കൊടുത്തിട്ട് മാത്രമേ നിൽക്കത്തുള്ളൂ. അത് ഞാൻ ജോലിക്ക് ഇറങ്ങി അല്ലെങ്കിൽ പരിചയമുള്ള ആളാണെന്നൊന്നുമില്ല. നമുക്ക് എന്താണോ ജോലി തരുന്ന ജോലി അത് പൂർണ്ണമായിട്ടും വൃത്തിയായിട്ട് ചെയ്ത് കൊടുത്ത ശേഷം നമ്മൾ ഫ്രണ്ട്ഷിപ്പിലോട്ട് വയ്ക്കത്തുള്ളൂ. അത് ഞാൻ എല്ലാവരും എൻ്റെ കൂടെ നിൽക്കുന്ന സ്റ്റാഫിനും പറയും. നമ്മൾ വർക്കിന് ഇറങ്ങി കഴിഞ്ഞാൽ ജോലിക്കാരൻ വന്നാൽ മാത്രമേ ഉള്ളൂ നിങ്ങൾ ഞാൻ കാണത്തുള്ളൂ. ജോലി കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ നമ്മൾ വീണ്ടും കൂട്ടുകാരെന്നുള്ളതിൽ. ജോലിയുടെ കൂട്ട് എന്നുള്ള സാധനം ഞാൻ ഒരിക്കലും വയ്ക്കത്തില്ല. ജോലി വേറെ, സൗഹൃദം വേറെ, അത്രേ ഉള്ളൂ. നമ്മൾ ചെയ്യുന്ന ജോലികൾ എപ്പോഴും ആത്മാർത്ഥം. അങ്ങനെ എപ്പോഴെങ്കിലും വലിയ ഫംഗ്ഷനിൽ ഫ്രണ്ടായി വന്നിട്ട് എടാ സുഭാഷ് ഞാനാടാ എന്ന് പറഞ്ഞിട്ട് കയറ്റി വിടാതെ പിണങ്ങിയവരൊക്കെ ഉണ്ടോ? ഒത്തിരി പേരുണ്ട്. പിണങ്ങിയിട്ടില്ല, അവര് മെസ്സേജ് ചെയ്യും, എന്നാലും നീ എന്നെ അകത്ത് കയറ്റി വിട്ടില്ല, നീ വലിയ ആളായി പോയി എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി പേര് പറയാറുണ്ട്. പക്ഷെ ഞാൻ പറയും ജോലിയുടെ ഭാഗമാണ്, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം എനിക്ക് പൈസ തരുന്നവർ എൻ്റെ അടുത്ത് പറഞ്ഞ ജോലി ഇതാണ്, അപ്പോൾ എനിക്കത് ചെയ്തേ പറ്റത്തുള്ളൂ. എനിക്ക് അതിനപ്പുറത്തോളം ഫ്രണ്ട്ഷിപ്പിനോട് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ പറയും നിങ്ങൾ ഫ്രണ്ട്ഷിപ്പ് നോക്കി നാളെ ഞാൻ വീട്ടിൽ ഇരിക്കേണ്ടി വരും. ഈ പറഞ്ഞ ഫ്രണ്ട്ഷിപ്പ് ആരും എനിക്ക് കൊണ്ടുവരത്തില്ല. ഞാൻ കഷ്ടപ്പെട്ടാലേ എൻ്റെ കുടുംബമുള്ളൂ, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളുള്ളൂ. അതുകൊണ്ട് ഞാൻ ഫ്രണ്ട്ഷിപ്പ് ആ സമയത്ത് കുറച്ച് മാറ്റി വയ്ക്കും. അത് കഴിഞ്ഞാൽ പറയും സോറി പറ്റിപ്പോയി, എൻ്റെ സിറ്റുവേഷൻ അതാണ് പറഞ്ഞ് മനസ്സിലായി. പിന്നെ എല്ലാവർക്കും അറിയാം, പിന്നെ ഇപ്പോൾ വന്നോന്ന ശേഷം ആൾക്കും അറിയാം. ഇപ്പം എല്ലാവർക്കും മനസ്സിലായി സുഭാഷ് ജോലിക്ക് ഇറങ്ങി കഴിഞ്ഞാൽ അതാണ് പല നെഗറ്റീവ് പറയുന്നത്. അവൻ കറുത്ത ഡ്രസ്സിട്ട് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ അവൻ ആള് പ്രശ്നക്കാരനാണ്, വിഷയമാണെന്നുള്ളത്. ഇപ്പോൾ ഈ പറഞ്ഞ നെഗറ്റീവ് വീഡിയോക്കകത്തും പലരുന്നുണ്ട്. അവൻ കറുപ്പിട്ട് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ പോയി പ്രശ്നക്കാരനാണ് എന്നുള്ളത്. കാരണം നമ്മൾ ജോലിയുടെ കൊടുക്കുക ഉണ്ട്. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ കാണുന്ന ആളുകളോടും അല്ലെങ്കിൽ അതിൻ്റെ ഓഡിയൻസിനോടും പറയാനുള്ളൊരു കാര്യമാണ്, ഞാനൊരു കലിപ്പനല്ല, അല്ലെങ്കിൽ എനിക്ക് നിങ്ങളോടുള്ള ദേഷ്യമല്ല കാണിക്കുന്നത്, എൻ്റെ ജോലിയുടെ ഭാഗമാണ്. എനിക്ക് തരുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് വേണം എനിക്ക് പ്രവർത്തിക്കാൻ. അത് ആർക്കെങ്കിലും വേദന ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് ബോധപൂർവമല്ല അല്ലേ? തീർച്ചയായിട്ടും ഞാൻ നമ്മൾ വിളിക്കുന്ന ജോലിക്ക് നമ്മൾ തീർച്ചയായിട്ടും ആ 100% റിസൾട്ട് നമ്മൾ കൊടുത്തു തന്നെ ആകണം. അല്ല നമ്മളിപ്പോൾ ടൈം പാസിന് നമ്മൾ ജോലി ചെയ്യാൻ വേണ്ടി വരരുത്. അപ്പോൾ
അപ്പോൾ ജോലിക്ക് ഞാൻ അത്രയ്ക്കും ഞാൻ ഇഷ്ടത്തോട് അല്ലെങ്കിൽ ഞാൻ ബഹുമാനിച്ച് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ആ ഒരു കാണിക്കുന്നത്. ഉണ്ട്. അപ്പോൾ നമ്മൾ ജോലിയുടെ നമ്മൾ ഫ്രണ്ട്ഷിപ്പിന് വേണ്ടിയിട്ട് വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ ജോലി നമ്മൾ ചെയ്യുന്നതിൽ അർത്ഥമില്ല. അതെ. നമ്മളൊരു കമ്പനി നമ്മളെ വിളിച്ചിട്ട് നമ്മൾ ആ ഒരു കമ്പനി നമ്മൾ ചെയ്തു കൊടുത്താൽ ആ കമ്പനിക്ക് വളർച്ചയുള്ളൂ. ആ കമ്പനി വളർച്ച ഉണ്ടെങ്കിൽ നമുക്ക് വളർച്ചയുള്ളൂ. അതെ. അല്ല നമ്മൾ ആ കമ്പനി വിളിച്ചിട്ട് നമ്മളവിടെ ജോലി മോശമായിട്ട് ആ കമ്പനി ഫ്ലോപ്പ് ആയി നമ്മൾ ഫ്ലോപ്പാണ്. ഓക്കെ. അതുകൊണ്ട് ഞാൻ അതുവരത്തേക്ക് കുറച്ച് ഫ്രണ്ട്ഷിപ്പിനൊന്ന് മാറ്റി നിർത്തും. ജോലി ചെയ്യും. ജോലി ചെയ്തിട്ട് വീണ്ടും ഫ്രണ്ട്ഷിപ്പിന് നമ്മൾ ജോലിക്കാട്ടിലും കൂടുതൽ സ്നേഹം കൊടുക്കും ജോലി കഴിഞ്ഞ ശേഷം. ഉണ്ട്. ജോലി സമയത്ത് വേറെ ഒരു പരിഗണനകളില്ല, വിട്ടുവീഴ്ചകളില്ല, സൗഹൃദം വേറെ, ജോലി വേറെ. അപ്പോൾ വിമർശനങ്ങൾ വരട്ടെ, നമ്മുടെ ജോലിയിൽ ആത്മാർത്ഥത തുടരട്ടെ. അപ്പോൾ വിജയം സുനിശ്ചിതമാണ്. ആൻഡ് ഓൾ ദി വെരി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു.